ഇന്നലെ അഷ്ടമസ്കന്ധം നമ്മൾ കണ്ടു. ഇന്ന് നവമസ്കന്ധത്തിലേക്ക് കടക്കുന്നു. ഭഗവാന്റെ അവതാരമൊക്കെ കഴിഞ്ഞ് ഭഗവാൻ നല്ല ഭംഗിയായ രീതിയിൽ ലീലകളൊക്കെ ആടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നവമസ്കന്ധത്തില് പരമഭക്തനായിരിക്കുന്ന അംബരീഷന്റെ കഥയാ പറയാ. നാഭാഗന്റെ പുത്രനായിരിക്കുന്ന അംബരീഷൻ, അദ്ദേഹം ഏകാദശി നോയമ്പ് നോറ്റിരുന്നതാണ്. നമ്മളൊക്കെ ഏകാദശി എടുക്കാറില്ലേ? ഉണ്ടോ? ഏകാദശി എടുക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഏകാദശി നോമ്പ് നോറ്റ് ദ്വാദശികളൊന്ന് അതിന്റെ പാരണ വീടുക എന്ന് പറയും. ആ വ്രതത്തെ മുറുകിയ സാധാരണ നമ്മളൊക്കെ കണ്ടിടത്തോളം വ്രതം അനുഷ്ഠിക്കുന്നത് അരി മാറ്റി ഗോതമ്പാക്കും. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കഴിക്കും. പിന്നെ വേണേ അത്യാവശ്യമാണെങ്കിൽ 1 ലിറ്റർ പാലും കുടിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വ്രതം അനുഷ്ഠിക്കുന്നത്. പക്ഷെ ഇവിടെ അംബരീഷൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല വ്രതം അനുഷ്ഠിച്ചിരിക്കുന്നത്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാല് അറിവും പ്രകാരം പ്രഥമ മുതൽ ഒരു നേരത്തെ ആഹാരം കഴിച്ച് ദശമിയേടന്ന് 1 നേരം ആഹാരം കഴിഞ്ഞാൽ പിന്നെ ഏകാദശിയേടന്ന് ജലം പോലും പാനം ചെയ്യാതെ ദ്വാദശിയേടന്ന് പാരണ വീടിയതിനു ശേഷം മാത്രം അന്നും 1 നേരം ആഹാരമാകാം. പിന്നെ മാത്രമേ സാധാരണ നിലയിലേക്ക് ആഹാരം കഴിക്കാവൂ. ഇന്നത്തെ കാലത്ത് അങ്ങനെ നിർത്താൻ പറ്റില്ല. കാരണം ശരീരമൊന്നും നമുക്ക് സമ്മതിക്കില്ല. പിന്നെ ഈ ഉള്ളവനെ സംബന്ധിച്ചു പറഞ്ഞാല് ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള വ്രതത്തിനോടൊന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം 3 നേരത്തിന് 5 നേരം കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഏകാദശിയുടെ 1 നേരം 3 നേരം കഴിക്കാതിരുന്നാല് അന്നേരം മുതൽ തുടങ്ങും ഭഗവാനെ ഏകാദശി എപ്പോഴാ ദ്വാദശി വരണം, പാരണ വീടിയിരുന്നെങ്കിൽ നന്നായിരുന്നല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ ഇരിക്കും. അപ്പൊ അതിലും ഭേദം മിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഈശ്വരനെ ഭജിക്കുക. പരമപ്രധാനം അതാണ്, ഈശ്വരനെ ഭജിക്കുക എന്നതാണ്. ഇനിയും ഗുളികകളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് 1 നേരത്തെ ആഹാരമേ കഴിക്കാവൂ എന്ന് പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പൊ ശരീരത്തെ ഒരുപാട് പീഡിപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്ന വ്രതമാണ് എന്ന് പറയുന്നതിലും ഭേദം വയറ് ഫുള്ളാക്കിയാൽ ഉറക്കം വരും. അപ്പൊ മിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ശരീരത്തെ നിലനിർത്താൻ വേണ്ടതായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നോമ്പെടുക്കുന്നതിനോടാണ് എനിക്ക് യോജിപ്പ്. പിന്നെ പൂർവികന്മാരായ ആചാര്യന്മാർ ഇങ്ങനെ ചിട്ട വെച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ശരീരത്തെ ഒന്ന് മയപ്പെടുത്തിയെടുക്കാൻ, മനസ്സിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ ഒക്കെ ആയിട്ടുള്ള ഒരു ഉപാധിയാണ് 1 ദിവസം ആഹാരം കഴിക്കാതിരിക്കുക. 365 ദിവസവും നമ്മൾ അല്ലെങ്കിൽ 1 മാസത്തില് 29 ദിവസവും നമ്മൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുമ്പോൾ 1 ദിവസം ആ വയറിനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി 1 ദിവസം ആഹാരം കഴിക്കാതിരിക്കുന്നത് ആരോഗ്യപരമായിട്ട് നല്ലതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇത്തരത്തിലുള്ള വ്രത അനുഷ്ഠാനങ്ങളൊക്കെ ഇങ്ങനെ നിരാഹാരമായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എന്തായാലും ഇവിടെ അംബരീഷ മഹാരാജാവ് ഏകാദശി എടുത്തുകൊണ്ടിരുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രഥമ മുതൽ ദശമി വരെ ആഹാരമൊന്നും കഴിക്കാതെ, 1 നേരം ആഹാരം കഴിച്ച് ഏകാദശിയുടെ അന്ന് ശുദ്ധ ഉപവാസം. ശുദ്ധോപവാസം, നമ്മളെ ഉപവാസം എന്ന് പറഞ്ഞാൽ അടുത്ത് ഇരിക്കുക എന്നർത്ഥം. ഉപവാസം അല്ലെ ഉപാസനം എന്നൊക്കെ പറഞ്ഞാൽ അടുത്തിരിക്കുക എന്നർത്ഥം. ആരുടെ അടുത്തിരിക്കണം? ഭഗവാന്റെ അടുത്തിരിക്കണം. അപ്പോ നമ്മള് ആഹാരത്തെയൊക്കെ ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും ഭഗവാന്റെ ആ ഒരു സങ്കല്പത്തിൽ, അല്ലെങ്കിൽ ക്ഷേത്രമെങ്കിൽ ക്ഷേത്രം അവിടെ ഇരുന്ന്
നമ്മൾ ആ ഭഗവത് നാമങ്ങളെയൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലുണ്ടാകുന്ന ഒരു ശാന്തി, അതാണ് പരമപ്രധാനം. അപ്പൊ ഭഗവാന് അതിന്റെ അടുത്തിരിക്കുകയാണെന്നുള്ള സങ്കല്പത്തോടു കൂടി ഈശ്വരനാമത്തെ ജപിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അതാണ് പരമപ്രധാനം. നാമജപമാണ് പരമപ്രധാനം. അതുകൊണ്ട് ഇനി ആഹാരം കഴിച്ചിട്ടാണെങ്കിലും ശരി, ആ നാമജപത്തോടു കൂടിയാണ് ഇരിക്കുന്നത് എങ്കിൽ നമുക്കത് ഗുണം ചെയ്യും. അപ്പൊ ആഹാരമൊന്നും കഴിക്കാതെ ആണ് ഇദ്ദേഹം എടുത്തോണ്ടിരുന്നത്. വെള്ളം പോലും കുടിക്കില്ല. അങ്ങനെ 99 ഏകാദശി എടുത്തുന്നു. ഈ പറഞ്ഞ പോലെ 100 ഏകാദശി അനുഷ്ഠിച്ചാൽ ഇന്ദ്ര പദവി ലഭിക്കും. എന്ന് വെച്ചാൽ സർവവിധമായ ഐശ്വര്യങ്ങളും അല്ലെങ്കിൽ ശ്രേയസ്സും പ്രേയസ്സും എല്ലാം കിട്ടും ഇത്തരത്തിൽ 100 ഏകാദശി എടുത്താൽ. അങ്ങനെ 99 ഏകാദശി എടുത്തു. നീ പാരണ വിടുമ്പോഴോ അത് അതിഥിക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ ബ്രാഹ്മണനൊക്കെ ആഹാരവും ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് വേണം അതിന്റെ പാരണ വിടാൻ. ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാറില്ല നമ്മളെ നോക്കും. അപ്പോ ഇവിടെ ആ 99 ഏകാദശി ഈ രീതിയിൽ അനുഷ്ഠിച്ച് 100ാമത്തെ ഏകാദശി അനുഷ്ഠിച്ചു. ആ വ്രതാനുഷ്ഠാന സമയത്ത് ഇന്ദ്രൻ ഒരു ശങ്കയുണ്ടായി. കാരണം ഇങ്ങനെ 100 എടുത്താൽ ഇന്ദ്രനാവും, അപ്പൊ എന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ശങ്ക ഇന്ദ്രനുണ്ടായി. ഇന്ദ്രൻ ഉടനെ ദുർവാസാവ് മഹർഷിയോട് പറയൂ, ഇതാ ഭൂമിയിൽ ഇങ്ങനെ അംബരീഷൻ എന്ന് പറയുന്ന രാജാവ് 100ാമത്തെ ഏകാദശി എടുക്കാൻ പോകുന്നത് എങ്ങനെങ്കിലും ഒന്ന് മുടക്കണം, അല്ലെങ്കിൽ എന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകും. അതിനങ്ങ് അങ്ങ് വേണ്ടത് എന്തെങ്കിലും ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞു. കേട്ട വാദി കേൾക്കാത്ത വാദി ദുർവാസാവ് ഈ വ്രതം മുടക്കിക്കൊള്ളാമെന്നേറ്റു. അങ്ങനെ ദ്വാദശിയിലെന്ന് അംബരീഷ മഹാരാജാവ് പാരണ വീടുന്നതിന് കുറച്ചു സമയം മുൻപായിട്ട് ദുർവാസാവിന്റെ ശിഷ്യഗണങ്ങളും എല്ലാം കൂടെ അവിടെ ചെന്ന് അംബരീഷനെ കണ്ടു. അംബരീഷ മഹാരാജാവിന് ഭയങ്കര സന്തോഷമായി. എന്താ കാരണം, 100ാമത്തെ ഏകാദശിക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ആരാ? സാക്ഷാൽ ദുർവാസാവ് മഹർഷിയാണ്. അതിലും വലിയൊരു എന്താ പറയാ, ഒരു ഗുണം വേറെ ഇല്ല. നമ്മുടെ ഗൃഹങ്ങളിലേക്ക് ഗുരുക്കന്മാര് കടന്നു വരിക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഗൃഹങ്ങളിലേക്ക് ഗുരുക്കന്മാര് കടന്നു വരിക എന്ന് പറയുന്നത് വലിയ ഒരു ഭാഗ്യമായിട്ടാണ് പറയുക. സജ്ജനങ്ങളായിട്ടുള്ളവർ നമ്മുടെ ഗൃഹത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന വലിയൊരു ഭാഗമാണ്. സജ്ജന സംസർഗം അല്ലെങ്കിൽ സജ്ജന സമ്പർക്കം എപ്പോഴും കിട്ടുന്ന ഒന്നല്ല. അപ്പൊ അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വരികയോ അല്ലെങ്കിൽ നമ്മൾ ക്ഷണിച്ചിട്ട് കൊണ്ടുവരികയോ ഒക്കെ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ ക്ഷണിക്കുമ്പോഴും ആളിനെ കിട്ടണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ കിട്ടിയെങ്കിൽ അത് ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യമായിട്ടാണ് പണ്ടുള്ളവർ കരുതുക. ഞങ്ങളൊക്കെ ഈ സപ്താഹത്തിലൊക്കെ പോണ പലയിടങ്ങളിലും പോകുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിന് വടക്കൻ സൈഡിലോട്ട് എന്നാൽ ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ രാത്രിയും സപ്താഹം നടക്കുന്ന ദിവസങ്ങളിലെ രാത്രികളിലെ ഭക്ഷണം ഓരോ ഗൃഹത്തിലായിരിക്കും, അമ്പലത്തിൽ നിന്നല്ല. ഓരോ വീടുകളിൽ വിളിച്ചുകൊണ്ട് പോകും. സ്വാമി, ഇന്നത്തെ ഭക്ഷണം ഞങ്ങളുടെ വീട്ടിലാണ് കേട്ടോ. എന്താ ചെല്ലുമ്പോ വളരെ നല്ല നിലയിലാണ് അവരത് ചെയ്യാൻ. നമ്മളൊക്കെയാണ് വിളിച്ചു വീട്ടിൽ കൊണ്ടിരുന്നിട്ട് അവിടെ ഇരിക്കുക, അപ്പൊ ഞാൻ ഇപ്പൊ വരാൻ പറഞ്ഞിട്ട് പോകാം ഇല്ലേ? അങ്ങനൊന്നും അല്ലേ. ഇത് നേരത്തെ വന്ന് പറഞ്ഞ് ദൂരമുള്ള സ്ഥലമാണെങ്കിൽ അവർ വണ്ടിയും കൊണ്ട് വരും. വീട്ടിൽ നിന്ന് ഒരാളും കൂടി കൊണ്ടുവന്ന് വീട്ടിൽ ചെന്നാല് ആ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേര് ആ വാതൊക്കെ കാണും. അവിടുത്തെ ഗൃഹനാഥയുടെ കയ്യിൽ ഒരു താലത്തിൽ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടുണ്ടാവും. ഇവിടെ കൊടിവിളക്കില്ല, കൊടിവിളക്ക് എണ്ണം തെളിയിച്ചു വെച്ചിട്ടുണ്ടാവും. ഒരു പാത്രത്തിൽ വെള്ളം ഉണ്ടാവും, ഒരു തോർത്ത് കയ്യിലുണ്ടാവും, ചില പുഷ്പം കയ്യിലുണ്ടാവും. ഇത്രയായിട്ടാണ് ആ ഗൃഹത്തിൽ എത്ര പേരുണ്ടോ അത്രയും പേര് ആ വാതൊക്കെ നിൽക്കുക. ചെന്നാൽ ഉടനെ നമ്മുടെ കാല് കഴുകി തുടച്ച് ഈ ധൂപദീപാദികൾ കൊണ്ടൊഴിഞ്ഞ് ഈ പുഷ്പവും പാദത്തിലിട്ട് ആ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരും നമസ്കരിച്ച് കഴിയുമ്പോഴാണ് നമ്മളെ വീടിനകത്തോട് കയറിക്കൊണ്ട് പോകും. അവിടെ കൊണ്ടിരുത്തി
ഭക്ഷണമെല്ലാം തന്നു കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരം ദക്ഷിണയും കൂടെ കൊടുത്താന്ന് പറഞ്ഞു വിടുക. ആഹാ, അങ്ങനെയുണ്ടോ? അപ്പൊ കാശും കിട്ടും, പുട്ടും കിട്ടും, എന്നാ വേണ്ടേന്നല്ലേ? എന്താ അതിന്റെ സങ്കല്പം? ഈ ആചാര്യ പീഠങ്ങളിൽ ഇരിക്കുമ്പോ ഗുരു സങ്കല്പത്തിലാണ്. കാരണം ഗുരുക്കന്മാരിൽ ഏറ്റവും വലിയ ഗുരു ജ്ഞാനദാതാവാണ്. അറിവ് പകർന്നു കൊടുക്കുന്നവരാണ് ഏറ്റവും വലിയ ഗുരു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തങ്ങളുടേതായിരിക്കുന്ന അജ്ഞാനങ്ങളെ നീക്കുന്നതായ ഗുരുക്കന്മാർക്ക് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കൊടുത്ത് അവർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് വിടുക എന്നുള്ളത് അവരുടെ ഒരു സംസ്കാരം. നമ്മുടെ ഈ തെക്കൻ സൈഡിലോട്ട് അങ്ങനെ അധികം കാണാറില്ല, വളരെ റയറാണ്. പിന്നെ ചിലർക്കൊരു സംശയം ഉണ്ടാവും, ഈ സപ്താഹത്തിന് വരുന്ന ആചാര്യന്മാർ അന്യഗ്രഹങ്ങളിൽ പോയി ഭക്ഷണം കഴിക്കാമോ എന്നൊക്കെ ഒരു ആശങ്കകളുണ്ട്. അത് അങ്ങനെയുള്ള വീടുകളിലേ വിളിച്ചോണ്ട് പോവുള്ളൂ. പിന്നെ അതിനകത്ത് ആശങ്കയുടെ ആവശ്യമില്ല. ഒരു നേരത്തെ ആഹാരം ആചാര്യന്മാർക്ക് നൽകാനുള്ള സങ്കല്പശുദ്ധിയുള്ളവര് കൊടുക്കുന്നതിൽ തെറ്റില്ല. അത് പോയി സ്വീകരിക്കണം എന്നാണ് അതിന് പറയുക. സന്യാസി ശ്രേഷ്ഠന്മാര് പറയും ഭിക്ഷ സ്വീകരിക്കുക എന്ന് പറയും. ഈ പീഠങ്ങളിൽ ഇരിക്കുമ്പോൾ ആ ഗുരുസങ്കല്പത്തിലിരിക്കുമ്പോൾ ആ ഗുരുക്കന്മാർക്ക് സമർപ്പിക്കുന്ന ഭിക്ഷയാണ് ഈ ഒരു നേരത്തെ ഭക്ഷണം. അതെവിടെയായാലും ഞങ്ങൾ സ്വീകരിക്കാറില്ല. എന്റെ സ്വാമിജിയുടെ കൂടെ പോകുന്ന കാലത്ത് മിക്കവാറും അന്യഗ്രഹങ്ങളിലായിരിക്കും ഭക്ഷണം. രാത്രി ഒരുപാട് ദൂരെയാണെങ്കിൽ അവർ കൊണ്ടുവരും, അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് പോകും, വണ്ടിയൊക്കെ ആയിട്ട് വന്നു. അപ്പോ ആ ഒരു ഭിക്ഷയെ സ്വീകരിക്കുക, അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ സജ്ജനങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ വന്നു കയറുക അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് പോവുക, അങ്ങനെ വിളിച്ചാൽ തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരാൻ അവർക്ക് കഴിയുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യമായിട്ട്. സജ്ജനങ്ങളുടെ കാര്യമാണ്, എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. അപ്പോ അങ്ങനെ അന്ന് അതിഥിയായിട്ട് എത്തിയത് ദുർവാസ. അതിഥി എന്ന് പറഞ്ഞാൽ ആരാണ്? അതിഥി എന്ന് പറഞ്ഞാൽ ആരാണ്? വിരുന്നുകാരനെ അതിഥിയായിട്ട് കാണാൻ പറ്റില്ല. അതിഥി എന്ന് പറഞ്ഞാൽ തിഥി നോക്കാതെ വരികയും ഒരു രാത്രിയിൽ കൂടുതൽ തങ്ങാതിരിക്കുകയും ചെയ്യുന്നവനാരോ അവനാണ് അതിഥി. വിരുന്നുകാരൻ എന്ന് പറയുന്നത് നമ്മളോട് വിളിച്ച് ചോദിച്ചിട്ടാ വരുന്നത്. നീ അവിടെ ഉണ്ടോ, ഞാൻ ഇങ്ങോട്ട് കണ്ടില്ലേ? അല്ലെ, വിരുന്നുകാരെ കണ്ടില്ലേ വരിക? നമ്മളോട് വിളിച്ചു ചോദിച്ച് നമ്മുടെ സൗകര്യം നോക്കിയിട്ടാണ് വിരുന്നുകാരി വരിക. അതിഥി എന്ന് പറയുന്നത് അങ്ങനല്ല. നമ്മളോട് വിളിക്കുകയില്ല, പറയുകയില്ല. അവർ യാദൃശ്യമായിട്ട് വന്ന് നമ്മുടെ ഗൃഹത്തിൽ വരുന്ന ആളാണ് അതിഥി. അപ്പോ അങ്ങനെ വന്ന ആളാണ് ദുർവാസാവ്. അപ്പൊ അതിഥി വന്നാൽ അതിഥിക്ക് കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാം. അങ്ങനൊരു നിയമമുണ്ട്. അതിഥിക്ക് കൊടുത്തിട്ട് ഭക്ഷണം, നമ്മുടെ ഉച്ചിഷ്ടം ഒരിക്കലും അതിഥിക്ക് കൊടുക്കാൻ പാടില്ല. കാരണം അതിഥി ഈശ്വര സങ്കല്പമുള്ളവരാണ്. അതിഥി ദേവോഭവ എന്ന് പറയും. അതിഥിയെ ഈശ്വര തുല്യമായി കാണണം, അല്ലെ ഈശ്വരനായി തന്നെ കാണണമെന്ന, അല്ലെ ഈശ്വരനെ പോലെ കണ്ടു പൂജിക്കണം. സത്യത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും, നമ്മുടെ വീട്ടിൽ വരുന്ന ഏത് അതിഥിക്കും നമ്മൾ കൊടുക്കണതെല്ലാം ഉച്ചിഷ്ടം അല്ലേ? നമ്മൾ കഴിച്ചതിന്റെ ബാക്കിയാണ് ആര് വന്നാലും നമ്മൾ കൊടുക്കുക. ആണോ അല്ലയോ? കഴിക്കുന്നതിന് മുമ്പ് വന്നാലും കഴിച്ചിട്ട് വന്നാലും എല്ലാം നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കഴിച്ചതിന്റെ ബാക്കിയാണ്. അല്ലെന്ന് പറയാമോ? പറ്റുമോ പറയാൻ? അല്ലെന്ന് പറയാമോ? 1 കിലോ കഷ്ണം അവിയൽ വെച്ച് അവിയൽ വന്നു കഴിയുമ്പോൾ എത്ര കിലോയുടെ കഷ്ണം കിട്ടും? 1/2 കിലോയുടെ കഷ്ണം കിട്ടും. എന്താ കാരണം? ബാക്കിയെല്ലാം നമ്മൾ ഉപ്പും പുളിയും എരിവും ഒക്കെ നോക്കി വരുമ്പോൾ 1/2 കിലോ കഷ്ണം തരും. ഉച്ചിഷ്ടായില്ലേ? നോക്കാതെ കൊടുത്താൽ ഉപ്പും. അതിനാണ് നമുക്കൊരു ഇതുണ്ട്. എന്റെയൊക്കെ മുത്തശ്ശി ഉപ്പ് നോക്കാറില്ലായിരുന്നു. അവരിങ്ങനെ വാരി അങ്ങോട്ട് ഇട്ടാൽ അത് കൃത്യമായി. അവിടെ ഉപ്പ് നോക്കേണ്ട വിഷയമേ വരില്ല അവർക്കൊന്നും. എനിക്കറിയാം ഒരു മഹാത്മാവിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടതാണ്. ഒരു ഹോട്ടലിലെ പ്രധാന കുക്കാണ് അദ്ദേഹം. ഒരു സാധനത്തിന് ഉപ്പ് നോക്കില്ല, എരിവ് നോക്കില്ല, പുളി നോക്കില്ല.
അവിടെ ഒരു കസാര ഇട്ട് മാറിയിരുന്ന കാലുമേ കാലം കയറ്റി വെച്ച് അവിടെ വെച്ച് ഒരു മണം പിടിക്കുമ്പോൾ പറയട്ടെ അതിന് എരിവ് പോരാ ഉപ്പ് പോരാ. എങ്ങനെ സാധിക്കണം? മണത്തിൽ കൂടി ഗ്രഹിക്കാൻ കഴിയും. ഒന്നിനും ടേസ്റ്റ് നോക്കണ്ട. അത്രമാത്രം ഗ്രാഹ്യമാണ് താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ആ അഗാധതയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവനെ സംബന്ധിച്ച് അവൻ എന്ത് വേണ്ട, ഇതൊന്നും നോക്കണ്ടയാൽ ഒരു മണത്തിൽ കൂടി തിരിച്ചറിയും. അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് 4 പ്രാവശ്യം ഉപ്പിട്ടിളക്കിയാലും നമുക്ക് ആ 4 പ്രാവശ്യവും നോക്കിയാലേ നമുക്ക് ഉപ്പുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. എന്താ കാരണം? അതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മള് ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ പൂർണ്ണമായ ഒരു മനസ്സാന്നിധ്യം കൊടുക്കില്ല, ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാറുണ്ട്. ഒരു കാര്യം ഇപ്പൊ ഒരു കറി വെച്ചാൽ ആ കറി വെക്കുമ്പോൾ ആ കറിയിലെ കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളില് ഇന്നതിന്നത് ചേർക്കണമെന്ന് അറിയാം, അത് വേറെ വശം. പക്ഷെ അത് എത്ര അളവിൽ കൃത്യമായി ചേർത്താലാണ് ആ കറി പാകത്തിന് നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തുക എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളില് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ പറയണേ? അതുകൊണ്ട് അപ്പൊ അതിഥി വന്നാൽ അതിഥിക്ക് കൊടുക്കാതെ കഴിക്കാൻ പാടില്ല. അപ്പൊ അതിഥിയായി വന്നത് ദുർവാസാവ് മഹർഷിയാണ്. അദ്ദേഹത്തെ വളരെ ഗംഭീരമായ രീതിയിൽ സ്വീകരിച്ച് ആനയിൽ ചുരുത്തിയിട്ട് പറഞ്ഞു, സ്നാനം കഴിഞ്ഞ് വന്നാട്ടെ, എനിക്ക് പാരണ വീടാനുള്ള സമയമാകുന്നു. അതിഥിയായി അങ്ങെത്തിയത് എന്റെ ജന്മത്തിന്റെ സുഹൃതമാണ്. അതുകൊണ്ട് അങ്ങേക്ക് വേണ്ടത് തന്നിട്ട് വേണം എനിക്ക് എന്റെ പാരണ വീടാനും. ദുർവാസാവിന്റെ ലക്ഷ്യം എന്താ? ഇതെങ്ങനെങ്കിലും ഒന്ന് മുടക്കണം. അതുകൊണ്ട് ദുർവാസാവ് സ്നാനത്തിനെന്നും പറഞ്ഞു പോയിട്ട് ഒരൊറ്റ കിടപ്പ് വെള്ളത്തിൽ ഇന്നു വരെ വെള്ളം കണ്ടിട്ടില്ല. പാരണ വീടാനുള്ള സമയമായി വരണു. അംബരീഷ മഹാരാജാവ് അകപ്പാടെ രസശേഖരണം അതിഥിയായിട്ട് ദുർവാസാവ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടതായ രീതിയിലുള്ളത് കൊടുക്കാതെ താൻ പാരണ വീടിയാൽ അത് ഉച്ഛിഷ്ടമായി പോകും. എന്താണ് ഉപാധി? ഇനി ആ കൃത്യസമയത്ത് പാരണ വീടിയിൽ ഈ എടുത്ത വ്രതം മുഴുവൻ പോവുകയും ചെയ്യും. നമ്മൾ ചോദിക്കും, ഒരു വ്രതം ഇടയ്ക്ക് മുടങ്ങിയ കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. മുടങ്ങിയാൽ പിന്നെ ആദ്യം മുതൽ തുടങ്ങണമെന്ന്. അപ്പോ അതുകൊണ്ട് ഇത്രയും ചെയ്തതെല്ലാം വൃഥാവിലാകുമല്ലോ, എന്താണ് ഉപാധി എന്ന് ആലോചിച്ചു. അപ്പൊ ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാരവിടെ ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, എന്താണ് ഈ ഉച്ഛിഷ്ടമാകാതിരിക്കുകയും വേണം, എന്നാൽ ഈ വ്രതം മുറിയുകയും വേണം, അതിനെന്താണ് ഉപാധി എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, തുളസി തീർത്ഥം സേവിച്ചാൽ മതി. പാരണ വീടുകയും ആവും, ഭക്ഷണമൊന്നും എന്താവുകയില്ല, ഉച്ഛിഷ്ടമാവുകയുമില്ല. തുളസി തീർത്ഥം സേവിക്കാനാവില്ല, തുളസി വെള്ളം കുടിക്കാനല്ല. നമ്മളൊക്കെ എങ്ങനെയാ തീർത്ഥം സേവിക്കാൻ? ഒഴിച്ചോ തിരുമേനി എടുത്ത് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞ ഉടനെ ഒരു പിടുത്തം ഒഴിച്ചിട്ട് ബാക്കി നിൽക്കുന്നവരെല്ലാം തലയെ ഒഴിക്കും ഇല്ലേ? ഇനി ബോധമുള്ള തിരുമേനിയാ എങ്ങാണ് ഒരു 3-4 തുള്ളിയെ അങ്ങോട്ട് കൊടുത്തില്ല ചോദിക്കും, എന്താ തിരുമേനി കിണ്ടിക്കകത്ത് വെള്ളം ഇല്ലേ? കിണറ്റി വെള്ളം ഇല്ലേന്നോ, കിണ്ടിക്കകത്ത് വെള്ളം ഇല്ലേന്നൊക്കെ ചോദിക്കും നമ്മൾ ഇല്ലേ? തീർത്ഥസേവ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈപിടിച്ചാൽ ഇവിടെ എത്രമാത്രം തീർത്ഥം വീഴുന്നുവോ ആ തീർത്ഥം ചുണ്ടിൽ മുട്ടിക്കാതെ ഇങ്ങനെ ഒഴിച്ചാൽ എത്ര തുള്ളി വായു വീഴുമോ അത്രേ പാടുള്ളൂ എന്നാണ്. പിന്നെ ചിലർ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിക്കുമ്പോ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഈ കൈക്കകത്തിരിക്കുന്നത് കുറെ എവിടെ വീഴും? അവിടെ തന്നെ വീഴും. നമ്മൾ എവിടെ നിന്നാണ് ക്ഷേത്രാങ്കണത്തിൽ നിന്നുകൊണ്ട് തീർത്ഥം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടിയ സാധനം പിന്നെ ക്ഷേത്രാങ്കണത്തിൽ വീഴാൻ പാടില്ല. അപ്പൊ കൈ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് പകുതി അങ്ങോട്ട് ഒഴിക്കും, ഇങ്ങോട്ടും വീഴും. അതും പാടില്ല. നിർമ്മാല്യ വസ്തുക്കൾ ഒരിക്കലും ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് വീഴാൻ, ക്ഷേത്ര കോമ്പൗണ്ട് പ്രത്യേകിച്ച് നാലമ്പലത്തിനകത്ത് വീഴാൻ പാടില്ല. അതുകൊണ്ടാണ് പുഷ്പമോ ചന്ദനമോ ഒക്കെ കിട്ടിയാല് അത് അമ്പലത്തിൽ ഇട്ടേച്ച് പോരരുത് എന്ന് പറയുന്നത്. അത് നിർമ്മാല്യ വസ്തുവാണ്. നിർമ്മാല്യ വസ്തു അവിടെ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ചോദിക്കും, അവിടെ തിരുമേനി കൊടുക്കാൻ പറ്റില്ല, അത് നമുക്ക് പ്രസാദമായിട്ട് തരാനായിട്ട് വെക്കുന്നത്. അതവിടെ ഇട്ടിട്ട് പോവല്ല, അവരത് പുറത്തു കൊണ്ടുപോയി ആ പാത്രം അപ്പോഴേ
കഴുകി മാറ്റും. പിന്നെ നിർമ്മാല്യ വസ്തുവാണെങ്കിൽ നിർമ്മാല്യ വസ്തുവാണെന്ന് പറയാനും പറ്റില്ല. അത് കാരണം ഭഗവാന് ചാർത്തിയതൊന്നും അല്ല നമുക്ക് പ്രസാദമായിട്ട് തരുന്നത്. ആണോ? എന്നും ഭഗവാനെ അങ്ങനെ ചാർത്തട്ടോ നമുക്ക് പ്രസാദം തരാൻ ഇല്ല. അപ്പൊ കളവക്കട്ടയല്ല അരച്ച് ചന്ദനം ചാലിച്ച് അവിടെ വെക്കണം. അത് നിർമ്മാല്യം എന്ന് പറയാനിട്ട് പറ്റത്തുമില്ല. ഞാൻ ഇത്രയും പരസ്യമായിട്ട് പറഞ്ഞേ പോരായോ? അത് കഴിഞ്ഞ് നമുക്ക് രഹസ്യം. അപ്പോ എന്തായാലും അതുകൊണ്ട് തീർത്ഥം, തുളസി തീർത്ഥം സേവിക്കുക. തുളസി തീർത്ഥം സേവിച്ചാൽ മതിയെന്നായി. അങ്ങനെ തുളസി തീർത്ഥം സേവിച്ചപ്പോ എന്തായി? പാരണം വീഴും. ഇത് മനസ്സിലാക്കി ആര്? ദുർവാസ. ആ വെള്ളത്തിൽ നിന്ന് ചാടി ഇരുന്നിട്ട് ഒറ്റ വരവാ. മൂഢ, നീ കഴിച്ചതിന്റെ ഉച്ചിഷ്ടമാണോ എന്നെ പോലൊരുവിന് തരാൻ പോണതെന്ന് ചോദിച്ച് ഒരു ഒറ്റ ചാട്ടം. അംബരീഷ മഹാരാജാവ് ഭയന്നുപോയി. എന്താ കാരണം? ദുർവാസാവാ മുമ്പിൽ നിൽക്കണതേ, എന്തു സംഭവിക്കും? കാരണം പുള്ളിക്ക് മൂക്കത്താ ചുണ്ടി. ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് പുള്ളി ശപിച്ചു കളയും. അങ്ങനെ ഒരാളാണ്. തന്നെയല്ല, ദുർവാസാവിന് വേറൊരു ഗുണം കൂടെ ഉണ്ടെന്ന് പറയാം. ആരോടെങ്കിലും എതിർത്ത് നിന്നാൽ അവരുടെ പകുതി വരെ കൂടെ ദുർവാസാവിന് കിട്ടും. അങ്ങനത്തെ ഗുണം കൂടെ ഉണ്ട് ദുർവാസാവിന്. അങ്ങനെ വേറൊരാളുണ്ട് നമ്മുടെ ഇതിഹാസങ്ങളിൽ. അതെന്ന് പറയാമോ? ശത്രുവിനോട് എതിരിട്ടാൽ ശത്രുവിന്റെ പകുതി ബലം തനിക്കിലേക്ക് വന്നു ചേർന്ന ആള്. നോ ഐഡിയ. ബാലിക്കൊക്കെ അനുഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ദുർവാസാവിന് അങ്ങനെ വലിയ ഭയമൊന്നുമില്ല. കാരണം തന്നോട് ഒരുത്തിന് എതിരിടാൻ വന്നാൽ അവന്റെ പകുതി ശക്തിയും കൂടെ തനിക്ക് കിട്ടും എന്നുള്ളതുകൊണ്ട് ഭയമൊന്നുമില്ല. എന്തായാലും ദുർവാസാവ് എന്ത് ചെയ്തു? അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു കൃത്യയെ സൃഷ്ടിച്ചു. ഈ കൃത്യ നേരിയ പാഞ്ഞെടുക്കുന്നത് ആരെടുത്തേക്കാം? അംബരീഷ മഹാരാജാവിന്റെ അരികിലേക്കാണ്. നമ്മളാണ് അന്നേരം അവനെ നമ്മളെന്തോ ചെയ്യലേ? നമ്മുടെ നേരെയാണ് അങ്ങനെ ഒരു സാധനം വരുന്നത്. നമ്മളെന്തോ ചെയ്യും? എപ്പോ ഡബിൾ ബെല്ല് കൊടുത്താലും ട്രിപ്പിൾ ബെല്ല് കൊടുത്ത് നമ്മൾ ഓടിയെന്ന് ആലോചിച്ചാൽ മതിയില്ലേ? പക്ഷെ അംബരീഷ മഹാരാജാവ് അവിടുന്ന് അനങ്ങിയില്ല. എന്ത് ചെയ്തു? സാക്ഷാൽ നാരായണനെ സ്മരിച്ച് ഭഗവാന്റെ നാമത്തെ മാത്രം ജപിച്ചുകൊണ്ടുപോകും. അതാണ് ഭക്തന്മാരുടെ ഗുണം. ഭക്തന്മാർക്ക് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ അവർക്ക് ഭയമില്ല. എന്തു പ്രതിസന്ധി ഉണ്ടായാലും അവിടെയൊക്കെ എന്നെ ഭഗവാൻ രക്ഷിച്ചു കൊള്ളുമെന്നുള്ള ഒരു ഉറപ്പ് അവർക്കുള്ളിലുണ്ട്. അതുകൊണ്ട് ഏതു പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള മനോബലം അവര് ഉണ്ടാക്കിയെടുത്തിരിക്കും. നമുക്ക് ഇച്ചിരേ ഇല്ലാത്തൊരു പ്രശ്നം വന്നാൽ ഉടനെ നമ്മളിപ്പോ എന്ത് ചെയ്യും? ഒന്നീ പോയി ഇൻവേർട്ടർ ആക്കി, അല്ലേ ഒരു മുഴം കയറേല്, അല്ലേ കിണറ്റി ചാടി, അല്ലേ വിഷം കുടിച്ചു, അല്ലേ ഇങ്ങനെ പോവാ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അങ്ങനെ. മൊബൈൽ മേടിച്ചു കൊടുത്തില്ലേ ഉടനെ പോയി തൂങ്ങും. അമ്മ വഴക്ക് പറഞ്ഞാൽ ഉടനെ ചാടി കുളത്തിൽ ചാടും. കാരണം എന്താ കുഴപ്പം? ഒരു നിസ്സാര കാര്യം വന്നാൽ പോലും അതിനെ, ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ഒരു മനോബലം നമുക്ക് ഇല്ല. അതിനാണ് ഇന്നത്തെ തലമുറയോട് പറഞ്ഞത് ഭഗവത്ഗീത പഠിക്കണം ഭംഗിയായിട്ട്. ഏതു പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധികളെ മുഴുവൻ തരണം ചെയ്യാനുള്ള ഉപാധികൾ എതിലുണ്ട്? ഭഗവത്ഗീതയിലുണ്ട്. ഒന്നും വേണ്ട, ഈ രാമായണം വായിച്ച ഒന്ന് ഭംഗിയായിട്ട്. രാമൻ എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്ത തിരിച്ചു വന്നത് 14 വർഷത്തിന് ശേഷം ഇല്ലേ? രാമന് സീതയും കൂടെ ആത്മഹത്യ ചെയ്യാൻ പോയോ? ഇല്ല. ഇനി അതും പോട്ടെ, ഭാഗവതത്തിലേക്ക് വന്നല്ലോ. ഉണ്ടായ 10ാം നാള് മുതൽ പ്രശ്നത്തെ തരണം ചെയ്യാൻ തുടങ്ങിയത് ആര്? ഭഗവാൻ കൃഷ്ണൻ. പൂതനെ തുടങ്ങിയ തരണം ചെയ്ത പോകുന്ന കാലം വരെ പ്രശ്നത്തിന്റെ നടുവിലല്ലാതെ ഭഗവാനെ കണ്ടിട്ടുണ്ടോ? എല്ലാ പ്രശ്നങ്ങളെയും പുഞ്ചിരിയോടുകൂടി നേരിട്ട ആളാണ് ആര്? ഭഗവാൻ.
നമ്മള് അയൽവക്കത്തൂടെ പോയാൽ മതി, ഉടനെ മൂലേ കയറുന്നത് കരയാമെന്ന്. അവിടെയാണ് ഭഗവാനെ ആശ്രയിച്ചാൽ പിന്നെ അവിടെ നമുക്ക് യാതൊരു ഒന്നിനെ കുറിച്ചും ഭയക്കേണ്ട ആവശ്യമില്ല. നമുക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, പലരും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയം വെച്ചാൽ, പലർക്കും അവനവനെയും വിശ്വാസമില്ല, മറ്റുള്ളവരെയും വിശ്വാസമില്ല, ഭഗവാനെ ഒട്ടും വിശ്വാസമില്ല. ചെല്ലു പറയും, ഞാനെല്ലാം ഭഗവാനിലേക്ക് കൊടുത്തിരിക്കുക സ്വാമി. എന്നാൽ ഇച്ചിരി കഴിയുമ്പോൾ ആലോചിക്കും, ഇനിയിപ്പോ എന്തോ ചെയ്യുമെന്ന് ആലോചിക്കാറുണ്ട് കേട്ടോ. ഈ ഭഗവാനിലേക്ക് കൊടുത്തിട്ട് പിന്നെ എന്തിനാണ് ഇവിടെ എന്തോ ചെയ്യേണ്ട ആലോചിക്കേണ്ട കാര്യം? ഭഗവാന്റെ സൊല്യൂഷൻ കണ്ടെത്തില്ലേ ഇല്ലേ? അപ്പൊ ഭഗവാനിൽ വിശ്വാസം അല്ലെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയാം. ഭഗവാനെ ഒരിക്കലും വിശ്വസിക്കാനുള്ളതല്ല, വിശ്വസിക്കാൻ പാടില്ല എന്ന് എന്റെ അഭിപ്രായം. കാരണം വിശ്വസിക്കാൻ കൊള്ളുകയല്ല. ശരിയല്ലേ? ഭഗവാനെ വിശ്വസിക്കരുത്. പിന്നെന്താ വേണം? അറിഞ്ഞനുഭവിക്കണം. കാരണം അനുഭവം എന്ന് പറയുന്നത് വലിയൊരു പാഠം അല്ലേ? പലരും പറഞ്ഞു കേട്ടുള്ള അറിവിനേക്കാൾ വലുതാണ് അനുഭവം അല്ലേ? കൈ മുറിഞ്ഞ വേദന എടുക്കുന്ന പലരും പറയാറുണ്ട്, നമ്മളത് വിശ്വസിക്കാറുണ്ട്, അത് വെച്ചോളൂ. പക്ഷെ എത്രമാത്രം വേദന ഉണ്ടാകും എന്ന് അറിയാറുണ്ടോ? ഇല്ല. എപ്പോഴാണ് അറിഞ്ഞത്? നമ്മുടെ കൈ മുറിഞ്ഞപ്പോഴാ മനസ്സിലായത് കൈ മുറിഞ്ഞാൽ ഇത്രമാത്രം വേദന ഉണ്ടാവുക. അപ്പൊ ആ അനുഭവം എന്താണെന്നുള്ളത് അവിടെ പഠിച്ചു. ഇതുപോലെയാ ഭഗവാന്റെ കാര്യത്തിൽ. നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ ഭഗവാൻ കൂടെ നിന്നുകൊണ്ട് നമ്മളെ കൈപിടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിതൊന്നും അറിയാറില്ല. ആരെ അങ്ങനെ സഹായിച്ചു? അയ്യോ, അപ്പുറത്തെ ഗോപാലൻ ചേട്ടനായിരുന്നു. അങ്ങേരില്ലായിരുന്നു, ഞാൻ കുഴഞ്ഞു പോയി. ഈ അപ്പുറത്തെ ഗോപാലൻ ചേട്ടനെ അവരോട് വിട്ടതാരാ? അത് ചിന്തിക്കുന്നില്ല. ഇനി അപ്പുറത്തെ ഗോപാലൻ ചേട്ടൻ ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. ആ ഒരു മനസ്സിനെ, ഗോപാലൻ എന്ന വ്യക്തിയുടെ ആ ഒരു മനസ്സിലേക്ക് ഭഗവാന്റേതായ ഒരു അനുഗ്രഹ കലകൾ ചെന്നപ്പോഴാണ് അവനെ രക്ഷിക്കാൻ എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് തോന്നിയത്. അതേ സമയത്ത് വല്ല ചെകുത്താൻ മനസ്സിലിരുന്നെങ്കിലോ പോയില്ല. അപ്പൊ ഭഗവാന്റേതായ ഒരു തരംഗം, ഒരു എനർജി ആ വ്യക്തിയിലേക്ക് ചെന്നതുകൊണ്ടാണ് നമ്മെ രക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ബോധം ഉണ്ടായത്. അപ്പൊ ഗോപാലൻ വരാൻ കാരണക്കാരനാരാ? ഭഗവാനാണ്. അങ്ങനെ പല പല ഘട്ടങ്ങളിൽ പല പല ആൾക്കാരെ നമ്മുടെ മുൻപിലേക്ക് വിട്ടുകൊണ്ട് നമുക്ക് വേണ്ടതായ ഒരു രക്ഷാകവചം അല്ലെങ്കിൽ ഒരു സഹായഹസ്തം അവിടെ നീട്ടി വെക്കുന്നത് ഭഗവാനാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സ്വാമി കണ്ടിട്ടുണ്ടോ ഭഗവാനെ? ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. 4 ദിവസം അന്നമൊന്നും കഴിക്കാതെ പൈപ്പിലെ പച്ചവെള്ളം കുടിച്ചുകൊണ്ട് മാത്രം കിടന്ന് എനിക്ക് 5-ാം ദിവസം അന്നം വാങ്ങി തന്നവൻ എന്റെ ദൈവമാണ്. ഒരു പരിചയമില്ലാത്തവനാ. ഒരു പേരും ഒരു അഡ്രസ്സും മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് പോയതാ. പക്ഷെ ചെന്നപ്പോൾ ആളെ 4 ദിവസം കഴിഞ്ഞേ കാണാൻ പറ്റും. 10 പൈസ കയ്യിലില്ല. റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് പൈപ്പിലെ പച്ചവെള്ളം കുടിച്ചിട്ട് 5-ാം ദിവസം ചെന്നപ്പോ കാണാൻ കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് വിചാരിക്കുന്നവനെ. പോക്കറ്റ് അടിച്ചു പോയപ്പോ തിരിച്ച് വീട്ടിൽ വരാൻ വണ്ടിക്കൂലില്ലാതെ എന്താ ഇങ്ങനെ വിഷമിച്ച് നിൽക്കണതാന്ന് ചോദിച്ച് എന്റെ അടുത്ത് വന്ന് പോരാനുള്ള വണ്ടിക്കൂലി തന്നപ്പം
അത് ഒരു പരിചയമില്ലാത്തവനാ, അതും എത്തിച്ചത് ഭഗവാനാ അല്ലേ? എന്നെ ഒരു പരിചയമില്ലാത്ത എന്നെ പാലക്കാട് ടൗണിൽ വെച്ചിട്ട് കണ്ട് എന്താ കുഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ ജീവിതത്തിൽ അങ്ങനെ അനേകം സമയങ്ങളിൽ അനേകം സ്ഥലങ്ങളില് ഭഗവത് സ്വരൂപികളായിട്ട് ഓരോരുത്തരും വന്ന് എന്നെ കൈപിടിച്ച് ഉയർത്തിയത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. കൽക്കട്ടായി വെച്ച് വണ്ടിയുടെ ഫുട്ബോളിൽ നിന്ന് തെന്നി വീണ് ടയർ മണ്ടയ്ക്ക് കയറുന്നതിന് മുമ്പ് കയ്യെ പിടിച്ചു നിർത്തി വഴി കുടിച്ചിരം കുറവ് മുന്നോട്ട് വലിഞ്ഞെങ്കിലും ആ ടയർ വന്ന് കയറാതെ കയ്യെ പിടിച്ചു നിർത്തിയത് ഭഗവാനാണ്. ഞാനത് അവരെ പല അവസരങ്ങളായി മണ്ണിനടിയിൽ പോയി കുരുപ്പ് കുത്തേണ്ട കാലമൊക്കെ കഴിഞ്ഞതാണ്. കുരുപ്പെന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഈ മണ്ണിനകത്തൊരു സാധനം ഉണ്ടാവില്ലേ, അതിനെ ആ കുരുപ്പാന്ന് പറയില്ല. അതൊക്കെ പല പ്രാവശ്യം വരേണ്ട സമയമൊക്കെ കഴിഞ്ഞതാ. പക്ഷെ അവിടെ നിന്നെല്ലാം ഇതുപോലെ ഏതെങ്കിലും ഒരു കൈകള് വന്ന് പിടിച്ച് രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴാ സത്യത്തിൽ അതൊക്കെ മനസ്സിലാവണത്. അത് ഭഗവാൻ ഓരോരുത്തരെ അതിനുവേണ്ടി എന്റെ മുൻപിലേക്ക് നിയോഗിച്ചതാണല്ലോ എന്ന് അന്ന് ബോധമില്ലായിരുന്നു, ഇന്നും ബോധമില്ല. എന്നാലും ഇപ്പോൾ കുറേയൊക്കെ ബോധം വെച്ചപ്പോഴാ മനസ്സിലായത് അത് ഭഗവാന്റെ ഒരു ലീലയായിരുന്നല്ലോ. ഇതറിയുന്ന നമുക്ക് ഭഗവാനെ വിട്ടിട്ട് പോകാൻ പറ്റുമോ? അപ്പൊ ഏത് പ്രതിസന്ധി ഉണ്ടായാലും എന്നെ കൈപിടിച്ചുയർത്താൻ, ആ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവർ കാണുന്നതിനേക്കാൾ ഭംഗിയായ ഒരു സൊല്യൂഷൻ ഭഗവാൻ കണ്ടെത്തുമെന്ന് ഉറപ്പ് നമുക്കുണ്ടായാൽ പിന്നെ നമുക്ക് പ്രതിസന്ധികളുമില്ല, ദുഃഖങ്ങളുമില്ല. അത് ആർക്കെ ഉണ്ടാവൂ? പരമഭക്തന് മാത്രമേ ഭഗവാനിൽ അത്രമാത്രം ഉറപ്പുണ്ടാവൂ. നമുക്ക് ഭക്തിയില്ലാത്തതുകൊണ്ട് ഉറപ്പില്ലാത്ത, നീ വിളിച്ചങ്ങനെ വന്നില്ലേ എന്തോ ചെയ്യും എന്നാലോചിച്ചിരിക്കുന്ന നമ്മൾ. പ്രഹ്ലാദന് ആ ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എവിടെ എന്റെ നാരായണൻ ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ നിന്ന് വരുമെന്ന് ആർക്ക് ഉറപ്പുണ്ടായിരുന്നു? പ്രഹ്ലാദന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രഹ്ലാദൻ പറഞ്ഞ തൂണെങ്കിൽ തൂണ് അവിടെ വരും എന്റെ നാരായണൻ. നമ്മളോട് ചോദിച്ചാലോ നമ്മളും തലയോ ഞാനിടയ്ക്ക് വന്നില്ല എന്തോ ഈ പറഞ്ഞിട്ട് ഇത് പറയാറുണ്ട്. പ്രഹ്ലാദന് എവിടെ ഞാൻ ഇരിക്കുന്നെന്ന് പറയുന്നു അവിടെ ചെന്ന് കയറാൻ വേണ്ടി റെഡിയായി നിൽക്കുവാരെന്നാ പറയാ. അവനാ തൂണിലല്ല മറ്റിടത്താ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഇരിക്കാൻ റെഡിയാ ഭഗവാൻ. അവൻ പറയുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം കയറിയിരിക്കാൻ. അതിനാ ഒരിക്കലും ഭക്തന്റെ വിശ്വാസം എന്താ പറയാ ഉറപ്പുകളെ അല്ലെ ഭക്തന്റെ വാക്കുകളെ ഒരിക്കലും അസത്യമാക്കില്ല ഭഗവാൻ. ഭക്തനൊരു വാക്ക് പറഞ്ഞാൽ അത് അച്ചട്ടായിട്ട് മാറും. ഗുരുക്കന്മാര് പറയാറുണ്ട്, ചിലപ്പോ നമ്മൾ പറയുന്നത് വിഡിത്തമായിരിക്കും, ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഒട്ടുമേ ഇല്ലായിരിക്കാം. പക്ഷേ ഭഗവാന്റെ ഭക്തനാണോ പറഞ്ഞത് ആണെങ്കിൽ ആ വാക്കുകളെ സത്യമാക്കാൻ കാലം തയ്യാറാകുന്ന പറയുക. അതാണ് ഭഗവാന് ഭക്തരോടുള്ള പ്രേമം. നമ്മളൊക്കെ വല്ലതും പറഞ്ഞാൽ എന്താ നടക്കാത്ത? നമ്മൾ ഭക്തരല്ലാത്തല്ല. ഭക്തന്റെ വാക്കുകളാണെങ്കിൽ ഒരിക്കലും ഭഗവാൻ അതിന് എന്ത് ചെയ്യില്ല, ഒരു മാറ്റവും വരത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് നടത്തി കൊടുത്തിരിക്കും. അതിന് കാലം, അങ്ങനെ ഒരു യോഗം ചിലപ്പോ ആളിനുണ്ടാവില്ല. അപ്പൊ എനിക്കൊരു ലോട്ടറി അടിക്കണം എന്നുള്ള യോഗം എനിക്ക് ഉണ്ടാവില്ല. പക്ഷെ ഭഗവാന്റെ ഭക്തനാണ് എന്ന് പറയണത് അങ്ങേക്ക് ഇത്തവണത്തെ ബമ്പർ ഉറപ്പാന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ അങ്ങേക്കൊരു ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് അങ്ങനെ ഒരു യോഗമില്ലെങ്കിൽ പോലും ആ കാലം അല്ലെ പ്രകൃതി അതെനിക്ക് യോഗമാക്കി മാറ്റി വയ്ക്കും. അതാണ് ഗുരുക്കന്മാരുടെ വാക്കുകൾക്കുള്ള ശക്തി. ഭക്തൻ, അതുകൊണ്ടാ ഭഗവാൻ പറഞ്ഞത് എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കാൻ ഞാൻ അനുവദിക്കില്ല. നമ്മേ ഭക്ത പ്രണശ്യം,
എന്റെ ഭക്തരൊരിക്കലും അധപ്പതിക്കാൻ നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താണ്? അവന്റെ വാക്കുകളാണ് ഈ കാലത്തിന്റെ നിലനിൽപ്പ്, പ്രകൃതിയുടെ നിലനിൽപ്പ്. അതുകൊണ്ട് ഭഗവാന് ഭക്തനോട് അത്രമാത്രം വാത്സല്യ, ഭക്ത വാത്സല്യത്തിൽ ഇത്രമാത്രം ഇതുള്ള ഒരാള് വേറെ ഇല്ല എന്ന് പറയാം. ഭഗവാനെ പോലെ ഭക്തന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഭഗവാൻ തയ്യാറാണ്. ഭക്തന്റെ ദാസനാവാനും ഭഗവാൻ തയ്യാറാണ്. കുറൂരമ്മ കലത്തിൽ വരെ പിടിച്ചടച്ചിട്ടതാ. ഇന്നുകൊടുത്തില്ലേ അണ്ടാവിനടിയിൽ പിടിച്ചിട്ടപ്പോ ഞാൻ ഇവിടെ കിടന്നോളാം കുറൂരമ്മയെന്ന്. എന്തുകൊണ്ടാ? ഭഗവാനോടുള്ള നിഷ്കാമമായ അകൈത്തവമായിരിക്കുന്ന ഭക്തിയും പ്രേമവും ഉള്ളതുകൊണ്ട്. നമ്മള് വിളിച്ചാ വരുവോ? വിളിച്ചാൽ വരും എന്ന് പറഞ്ഞിരുന്നാ മതി. അതിന് കുറൂരമയോ പൂന്താനമോ ഒക്കെ ആവണം. നമ്മള് ആ അവസ്ഥയിലേക്ക് നമ്മൾ വളരണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തില് ഓരോരോ സമയങ്ങളിൽ ഈശ്വരൻ ഓരോരോ തരത്തിൽ, ഓരോരോ രൂപത്തിൽ, ഓരോരോ ഭാവത്തിൽ നമ്മുടെ മുൻപിലെത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ എത്തുമ്പോൾ ഓർത്തോണം, ഇത് നാം ഉറപ്പിച്ചിട്ടുള്ള അല്ലെ എന്നെ നയിക്കുന്ന എന്റെ ഭഗവാന്റെ നിർദ്ദേശാനുസരണം എത്തിയതാണെന്നുള്ള ബോധം അവിടെയും നമ്മൾ കാണേണ്ടത് ഭഗവാനെയാണ്. ഇവിടെ അംബരീഷ മഹാരാജാവിന്റെ മുൻപിലേക്ക് ഭയങ്കരമായിരിക്കുന്ന ഒരു കൃത്യം വന്നപ്പോ യാതൊരു വിധമായ ചാഞ്ചല്യവുമില്ലാതെ അംബരീഷ മഹാരാജാവ് അവിടെ നിന്നുകൊണ്ട് നാരായണ നാമം ജപിച്ചു. അംബരീഷ മഹാരാജാവിന്റെ അരികിലേക്ക് കൃത്യം അടുക്കാറായതും അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് സുദർശന ചക്രം പുറപ്പെട്ട് ആ കൃത്യയെ ദഹിപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് അടങ്ങിയില്ല സുദർശൻ. പിന്നെയോ ദുർവാസാവിന്റെ പിന്നാലെ ഓടി. ആദ്യത്തെ മാരത്തോൺ ഓട്ടം ഓടിയ ദുർവാസാവെന്ന് പറയുന്നത്. ഓട്ടം തുടങ്ങിയതാവുന്ന നേരെ ഓടി ആദ്യം ചെല്ലുന്നത് ഇന്ദ്രന്റെ അടുത്താ. ഇന്ദ്രനോട് പറഞ്ഞു, ഇന്ദ്ര, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പോയതാണ്, എന്റെ പിന്നാലെ സുദർശന ചക്രം കൊണ്ട് എന്നെ രക്ഷിക്കണമെന്ന്. ഇന്ദ്രൻ പറഞ്ഞു, പൊന്നു ദുർവാസാവേ, ഇവിടെ നിന്ന എന്നെ കൂടെ കത്തിക്കും, അതുകൊണ്ട് വേഗം ഇവിടെ നോക്കോളാൻ. ഓടി ബ്രഹ്മദേവന്റെ അരികിൽ ചെന്നു. ബ്രഹ്മദേവന്റെ അരികിൽ ചെന്നപ്പോ ബ്രഹ്മാവ് വെച്ച്, എന്താ ദുർവാസാവേ, ഭയങ്കര ഓട്ടത്തിലാണല്ലോ. അപ്പൊ എന്താ ഭഗവാനെ പറയാൻ നേരമൊന്നുമില്ല, സുദർശന ചക്രം എന്റെ പിന്നാലെ വരുന്നുണ്ട്, എന്നെ ഒന്ന് രക്ഷിക്കാൻ. ബ്രഹ്മാവ് പറഞ്ഞു, സുദർശന വരുന്നെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, വേഗം പൊക്കോളാൻ. അവിടുന്ന് എവിടെ ഓടി? തന്റെ പിതാവായിരിക്കുന്ന മഹാദേവന്റെ മുൻപിലെത്തി. മഹാദേവൻ ചോദിച്ചു, എന്താ പുത്ര, ഭയങ്കര സ്പീഡിൽ ഓടി വരുന്നല്ലോ, എന്തു പറ്റിയെന്ന്. അപ്പൊ പറഞ്ഞു, ഭഗവാന് സുദർശന ചക്രം എന്റെ പിന്നാലെയുണ്ട്, എന്നെ ഒന്ന് രക്ഷിക്കണം. അപ്പൊ ചോദിച്ചു, എന്താ കാര്യം? അല്ല, ഞാൻ ഈ അംബരീഷന്റെ കൊട്ടാരത്തിൽ വരെ ചെന്ന എന്നിട്ട് അങ്ങേര് പിന്നെ ദ്വാദശി പാരണ വീടാനായിട്ട് തുടങ്ങുന്നു, എന്നെ വിളിച്ച് ചോറുണ്ണാനായിട്ട് വിളിച്ച് ഇലയിട്ട് ചോറും വിളമ്പി കഴിഞ്ഞപ്പോ ഉണ്ട് അങ്ങേരുടെ നെറ്റിക്കൃത്തിൽ സുദർശനം പുറപ്പെട്ടതാ, ഞാൻ അത് കണ്ട് ഓടിയതെന്ന്. ഭഗവാൻ ഒരു ചിരി ചിരിച്ചു എന്നാ പറയുന്നത്. കാരണം ലോകൈകനാഥനായിരിക്കുന്ന ഭഗവാൻ അറിയാമല്ലോ ഇത് കള്ളത്തരാ പറയുന്നത്. ഭഗവാൻ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, അത്ര അല്ല ദുർവാസാവേ, വേണ്ട, ശ്രദ്ധിച്ചു കേട്ടണം, വേണ്ടാത്തത് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ രക്ഷിക്കാൻ ഞാന് ആളല്ല. ഇത് നമ്മക്കുള്ള ഒരു സൂചനയാ. എന്താ? വേണ്ടാതീനം മുഴുവൻ കാണിച്ചു ഇങ്ങോട്ട് വന്ന് ഭഗവാനെ എന്നെ തിരിഞ്ഞു നോക്കണേന്ന് പറഞ്ഞാൽ ഭഗവാൻ തിരിഞ്ഞു പോലും നോക്കത്തില്ലാന്ന്. ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഭഗവാനോട് ചോദിച്ചിട്ടാണോ പോയേ? ആണോ? വേണ്ടാതീനം മുഴുവൻ ഒപ്പിച്ചു കഴിഞ്ഞു ഭഗവാൻ രക്ഷിക്കണം പറഞ്ഞാൽ ഭഗവാൻ രക്ഷിക്കാൻ വരുമോ? ഇല്ല. അതുകൊണ്ട് നമുക്കുള്ള സൂചനയാ, എന്ത് ചെയ്യുമ്പോഴും ഭഗവാനെ സാക്ഷി നിർത്തിക്കൊണ്ട് മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ വേണ്ടാതീനം കാണിക്കാൻ പോകണമെന്നല്ല. ഇവിടെ നിന്നാ രക്ഷയില്ല. സുദർശനത്തിന്റെ അവകാശി നാരായണനാ. അതുകൊണ്ട് നാരായണന്റെ അരികിലേക്കെല്ലാം പറഞ്ഞു.
ഓടി. അവിടുന്ന് ഓടി വൈകുണ്ഠത്തിൽ ചെന്നു, നാരായണനെ ശരണം പ്രാപിച്ചു. പുള്ളിയാണെ നല്ല ഒരുമാതിരി ഉറക്കാതെ ഒരു മയക്കവാ എപ്പോഴും. ആരൊക്കെ? നാരായണന്. എന്താ കാരണം? 3 ഭാര്യമാരുടെ മടിയിലാ കിടക്കുന്നത്. പിന്നെ അങ്ങനെ ഇറങ്ങാതിരിക്കും ലീ. ആരുടെയൊക്കെ മടിയില? ഒന്ന് ലക്ഷ്മിയുടെ മടി, കാല്, തലയെവിടാ? ഭൂമിയുടെ മടിയിൽ തല. ഭൂമി ഭഗവാന്റെ ഭാര്യയാ. പിന്നെയോ യമുനയുടെ മടിയിലാന്നാ പറയണേ. പുള്ളിക്കാരിയും ഭാര്യയാന്നാ പറയണേ. നടുഭാഗം യമുനയുടെ മടിത്തട്ടിലാണ്. അതുകൊണ്ട് പിന്നെ ഭാര്യ, സ്നേഹനിധിയായ ഭാര്യ അവിടെ എന്ത് ചെയ്യാനുണ്ട്? ലക്ഷ്മി എവിടെ ഇരിപ്പുണ്ട്? കാൽക്കൽ ഇരുന്നുകൊണ്ട് കാല് തടവി കൊടുക്കുന്നുണ്ട്. പിന്നെ ഉറങ്ങാതിരിക്കുമോ? സ്നേഹമുള്ള ഭാര്യ കാല് തടവി. ഏത് ഭർത്താവാ ഉറങ്ങാത്തത്? ഇപ്പോഴത്തെ ഭാര്യമാര് തടവിയല്ലോ. ഉറങ്ങുന്ന ഭർത്താവ് ചാട്ടി എഴുന്നേക്ക് കാലുമണ്ടയ്ക്ക് ഒരെണ്ണം കൂടെ കൊടുക്കും. കാരണം ജീവിതകാലത്ത് നീ അങ്ങേരെ എന്നെ എന്തോ ചെയ്യരുത്, കാലയെ തടവാൻ വിളിക്കരുത് പറഞ്ഞാൽ ഇവിടെ തടവുന്നേ ഇല്ലേ? ചിരിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ സത്യം പറഞ്ഞു. ഭഗവാൻ യോഗനിദ്രയിലാണ്. അതുകൊണ്ട് ഭഗവാൻ ആ യോഗനിദ്രയിൽ കിടന്നുകൊണ്ട് ഭഗവാനെ വിളിച്ചുണർത്തി. എന്നിട്ട് പറഞ്ഞു, നാരായണ, അങ്ങയുടെ സുദർശനയൊക്കെ എന്റെ പിന്നാലെ ഉണ്ട്, എന്നെ ഒന്ന് രക്ഷിക്കോ, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഭഗവാൻ പറഞ്ഞു, സോറി, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സുദർശനയൊക്കെ എന്റേതായിരുന്നു, പക്ഷെ ഇപ്പൊ എന്റേതല്ല. എന്താ കാരണം? അത് ഞാൻ കൊണ്ട് പണയം വെച്ചു. ആർക്ക്? അംബരീഷൻ. അയ്യോ, അതെങ്ങനെയാ ഉണ്ടാവുക? അത് പറ്റിപ്പോയി. എന്താ കാരണം? അംബരീഷന്റെ ഭക്തി ഇങ്ങോട്ടെടുത്തിട്ട് ഞാൻ എന്റെ സുദർശനം അങ്ങോട്ട് കൊടുത്തു. പണയം വെച്ച സാധനം തിരിച്ച് മുതൽ എടുക്കാൻ പറ്റുമോ? മുതലും പലിശയും കൊടുത്താലേ തിരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ അതിന്റെ ഉടമസ്ഥൻ ആരാ? അംബരീഷൻ. അതുകൊണ്ട് നേരെ അങ്ങോട്ട് പോകണം. അപ്പോഴത്തേക്ക് ഏതാണ്ട് കുറെ കാലം കഴിഞ്ഞു എന്നാ പറയണേ. ഈ ബ്രഹ്മലോകത്തും കൈലാസത്തിലും വൈകുണ്ഠത്തിലും എത്തിയപ്പോഴത്തേക്ക് സമയം കുറെ അങ്ങ് പോയി. അവിടുന്ന് ഓടി തിരിച്ചു വന്ന് അംബരീഷ മഹാരാജാവിന്റെ കാൽക്കലേക്ക് ചാക്കട്ട് വീഴുന്ന പോലെ മൊത്തോന്ന് വന്ന് വീണു എന്നാ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, അംബരീഷ, എന്നെ രക്ഷിക്കണം. ഞാൻ ഇന്ദ്രന്റെ വാക്ക് കേട്ടിട്ട് അങ്ങ് ആ ഇന്ദ്ര പദവിക്ക് വേണ്ടിയാണ്, അല്ലേ ദേവലോകത്തെ ആ ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങ് ഈ വ്രതം അനുഷ്ഠിക്കണത് എന്ന് എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആര് വിട്ടതാ? ഇന്ദ്രൻ വിട്ടതാ. അതുകൊണ്ട് ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, അങ്ങക്ക് ഇന്ദ്രപദവിയിലൊന്നും യാതൊരു വിധമായ ആഗ്രഹവും ഇല്ലാന്ന്. അതുകൊണ്ട് ആ സുദർശന ചക്രം പിൻവലിച്ച് എന്നെ ഒന്ന് രക്ഷിക്കണം. പരീക്ഷ നോക്കിയപ്പോ ദുർവാസവ കാൽക്ക് കിടക്കണതേ. നമ്മളാണ് എന്താ പറഞ്ഞത്? നമ്മക്കിട്ടൊരു പണിയാൻ വന്നിട്ട് തിരിച്ച് പണി കിട്ടിയിട്ട് കൂടി നമ്മുടെ അടുത്ത് വന്നാ നമ്മളെന്താ പറയും? എനിക്കിട്ട് പണിയാൻ വന്നല്ലേ, നീ അവിടെ നിങ്ങളുടെ അച്ഛനാത്തി പോയിച്ചിട്ട് പോയാൽ മതില്ലേ? നമ്മളങ്ങനെ വെക്കും. പക്ഷെ ഒരിക്കലും ഒരു ഭക്തൻ അങ്ങനെ കരുതാൻ പറ്റില്ല, കരുതുകയില്ല. കാരണം ഭക്തന്റെ മനസ്സ് എപ്പോഴും ആർദ്രതയുള്ളതാണ്. ഭഗവത് ഭക്തന്റെ മനസ്സിന് ഒരിക്കലും എന്തുണ്ടാവില്ല, കാഠിന്യം ഉണ്ടാവില്ല, ആർദ്രത ഉണ്ടാവില്ല. ഒരുവൻ നമ്മളെ സമാശ്രയിച്ചാൽ അവന്റെ സങ്കടം കണ്ടാൽ നമുക്കറിയാതെ നമ്മുടെ ഹൃദയം ഒന്ന് തുടിക്കും. ഒരുവന്റെ ദുഃഖം കാണുമ്പോ അവനെ സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടും. നമ്മൾക്ക് സഹായിക്കാൻ കഴിവുണ്ടായാലും അവനെ സഹായിക്കാതിരിക്കുന്നല്ലോ ഞാനെന്നോർത്ത് നമ്മൾ സന്തോഷിക്കും, അല്ലേ? 100 രൂപ എന്റെ കയ്യിൽ നിന്ന് പോകാതെ ഞാൻ നോക്കിയല്ലോ എന്നാ നമ്മൾ ആലോചിക്കാം. പക്ഷെ ഒരിക്കലും ഒരു ഭക്തനത് ഉണ്ടാവില്ല. ഭക്തന്റെ മനസ്സെപ്പോഴും സ്നേഹം കൊണ്ട് നിറഞ്ഞതായിരിക്കും, നൈർമല്യമുള്ളതായിരിക്കും, ആർദ്രതയുള്ളതായിരിക്കും. അതുകൊണ്ട് മറ്റൊരാളുടെ ദുഃഖത്തെ കണ്ടു നിൽക്കാൻ ഒരിക്കലും ഒരു ഭക്തന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വേഗം പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മഹാത്മൻ, അങ്ങ് എന്റെ പാദത്തിൽ വീഴിയോ? ഞാൻ അത്രയ്ക്ക് മഹാഭാവിയാണോ?
എന്നോട് എന്തിനാ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്? എഴുന്നേറ്റട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഒരിക്കലും ഒരു മഹാത്മാവ് നമ്മുടെ പാദത്തിൽ വീഴാൻ പാടില്ല. പക്ഷെ നമ്മൾ എവിടെ ചെന്ന് വീഴണം? മഹാത്മാക്കളുടെ പാദങ്ങളിൽ ചെന്ന് വീഴണം. എന്തിനാ? സജ്ജനങ്ങളുടെ പാദങ്ങളിൽ നമസ്കരിച്ചാൽ നമ്മുടെ പാപം നശിക്കും എന്നാണ് പറയുക. അവര് പിന്നെ അതിനെ അവരുടെ തപശക്തി കൊണ്ട് അതൊക്കെ നശിപ്പിച്ചോളൂ എന്നൊക്കെയാ പറയാ. നമ്മുടെ പാപത്തെ ഇല്ലാതാക്കാൻ സജ്ജന പാദങ്ങളിലുള്ള നമസ്കാരം വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ആ മുതിർന്നവരെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നമസ്കരിക്കണം എന്നൊക്കെ പറയണത്. നമ്മുടെ ഒരേ അംശത്തെ എന്ത് ചെയ്യാൻ പറ്റും? അവരിലേക്ക് കൊടുക്കാൻ പറ്റും. ചിലടത്ത് എന്നാൽ എനിക്കൊന്നും അനങ്ങാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇതുപോലൊന്നും അല്ല ആള്. 10,000-1500 പേര് ഇവരൊക്കെ വന്ന് നമസ്കരിച്ചിട്ട് അവിടുന്ന് മാറാൻ പറ്റുള്ളൂ ചില സ്ഥലങ്ങളിൽ ചെന്ന്. അപ്പൊ പിന്നെ ഒരുപാട് ഞാൻ അങ്ങനെ കാല് കൊടുക്കാറില്ല. കാരണം വീട്ടിൽ ചെന്നാൽ പിന്നെ പൊങ്ങാൻ വയ്യ. അതുകൊണ്ട് മാന്തുന്നവർക്ക് നല്ല സുഖമാണ്. ഇതൊക്കെ മേടിച്ചോണ്ട് പോകുന്നത് ഞാൻ അങ്ങനെ കുഴപ്പം കൂടെ ഉണ്ട് ഇതിന്. അതിനുശേഷം ഇങ്ങനെയുള്ള പീഡമൊക്കെ ഇവർക്ക് ആർക്കും കാലധികം കൊടുക്കാതെ മറച്ചിരിക്കുന്ന. അതിനുശേഷം പണ്ട് കാലത്തൊക്കെ ഭയങ്കര ക്രേസാണ്. ഈ ആചാര്യൻ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഇരുന്നപ്പോ ഭയങ്കര ഞെളിവായിരുന്നു. ഞാൻ ഏതാണ്ട് മഹാസംഭവമാണ് എന്നൊക്കെ ഒരു ധാരണയൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ചിലടങ്ങളിൽ ചെല്ലുമ്പോ വലിയ IAS ഓഫീസേഴ്സും IPS-കാരും ജഡ്ജിമാരും ഒക്കെ വന്ന് ഇങ്ങനെ കാലയെ നമസ്കരിക്കും. ഭയങ്കര ക്രെഡിറ്റ് കണ്ടോ ഇല്ല പിന്നെ കോർട്ടിലെ ജഡ്ജിയാടാ വന്ന് ഇത്തവണ കാലയെ പിടിച്ചതെന്നാ. പക്ഷെ ഒരു 3-4 സപ്താഹം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി കാലയെപ്പിടുത്തം അത്ര സുഖമുള്ള പണിയല്ല. അപ്പൊ തീരുമാനിച്ചു ഇങ്ങനെ ഒരു പരിപാടി വേണ്ട, ഇത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് വന്നാൽ മാന്തൂലല്ലോ. പിന്നെ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴല്ലേ മാന്തുള്ളൂ. അതത്രയ്ക്ക് ഇത്ര മാന്തി അപ്പോഴത്തേക്ക് കൂടും നമ്മൾ. അങ്ങനെയാ. ഇത്ര നല്ല പണിയല്ലല്ലോ. നോക്കുമ്പോ എന്നാ കുഴപ്പം? കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചുകൊണ്ട് പോകും. ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞ ആചാര്യന്മാര് കാശ് മേടിക്കണത്. പിന്നെ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കുന്നത് വേറെ. എന്നിട്ട് അവിടെ വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു അവരെ എന്തിന്റെ കുഴപ്പമെന്നാ. പക്ഷെ ഈ ഓരോ രൂപ കൂടുമ്പോഴും അതിനനുസരിച്ചുള്ള ദുരിതം ഞങ്ങളെ ബാധിക്കും. അങ്ങനെ ഒരു കുഴപ്പമാണ് ഈ കാശ്. കാരണം ചിലര് വന്ന് തരുന്ന എങ്ങനെ അറിയാം? സ്വാമി എന്താന്നാ വന്ന് ഇരിക്കുന്നേ? ഒരു ദക്ഷിണ തരാൻ വന്ന. ഓ കാശല്ലേ വേണ്ടാന്ന് പറയാൻ പറ്റുമോ? എന്നാ തന്നോട്ടാണ്ടെന്ന് പറയുമ്പോ കൈ എടുത്ത് പിടിയില്ല. അങ്ങനെ ആ ചിലര് ദക്ഷിണ കൊണ്ട് തരുന്നേ പറഞ്ഞുകൊണ്ട് തരും. ഒരിടത്ത് ചെന്നപ്പോ ഒരമ്മ ആദ്യം ഒരു 10 രൂപ തൊട്ടെടുത്തു. നാണയം എടുത്തു വെച്ച് ഞാനിങ്ങനെ നോക്കിയാ 10 രൂപ കൊണ്ട് പോട്ടെ എന്നുവെച്ചാ എന്റെ പീഠത്തിന്റെ അവിടെ കൊണ്ടുവച്ചു. ഞാൻ വെച്ച 10 രൂപ അല്ലേ, ഇച്ചിരി ഒഴിഞ്ഞാലും കുഴപ്പമില്ല. 10 രൂപയെങ്കിൽ 10 രൂപ അത്രയും. അത് കഴിഞ്ഞപ്പോ പേഴ്സ് വിളിക്കും ഒരു 2 രൂപ തൊട്ട് എടുത്ത് വെച്ചാൽ മൊത്തം ഒഴിഞ്ഞു വെച്ചിട്ടില്ല. അതാ സ്വാമി ഇതൊന്നും പിടിച്ചോളൂ. ഞാൻ പറയും ഇതെനിക്ക് വേണ്ട, അത് അവിടെ കൊണ്ടിട്ടേക്കാൻ പറഞ്ഞു. അമ്പലത്തിന്റെ കാണിക്ക് ഇടിച്ചു. 2 രൂപയേ ഉള്ളൂ. മേടിക്കുന്നതിനൊക്കെ ഇന്നൊന്നില്ലേ പതിച്ചു എടുക്കുമ്പോ ചില ഉള്ളതാണ് കേൾക്കില്ല. ഇങ്ങനെയൊക്കെയാ ഓരോരുത്തർ ദക്ഷിണ കൊടുത്തില്ല. അതുകൊണ്ട് എന്താ ഇതൊക്കെ മേടിച്ച് ഇവിടുന്ന് ദക്ഷിണ മേടിച്ച് വണ്ടിയെ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു വീട്ടിൽ ചെല്ലുന്നത് ഒരു ബോധമില്ല. സത്യം, തമാശ പറഞ്ഞല്ല. ചിലയിടത്തെ യജ്ഞം കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ 4 ദിവസം വരെയൊക്കെ കട്ടിലേന്ന് പൊങ്ങാത്ത യജ്ഞങ്ങളുണ്ട്. തല നേരെ നിക്കത്തില്ല. കാണുമ്പോ നല്ലൊരു സുഖമുള്ള പണിയായത്. എന്നാ ചോദിക്കും പിന്നെ എന്തിനാടെ ഇയാള് കുത്തി ഇരുന്ന് മേടിക്കുന്ന കാശ്? ഇങ്ങനെ ജീവിക്കണ്ടേ, അരി മേടിക്കണ്ടേ, പിള്ളേര് 2-3 ഉണ്ട് പോറ്റണ്ടേ, കാശ് കിട്ടിയല്ലേ പറ്റൂ. അതിലിരിക്കുന്നത് സത്യമായിട്ട് പറഞ്ഞേ. അതുകൊണ്ട് കാശ് വേണ്ടാന്നും പറഞ്ഞൊന്നും സപ്താഹം നടത്താൻ പറ്റില്ല. കണക്ക് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയാലേ കാര്യം നടക്കും. പിന്നെ ഗുരുക്കന്മാരുടെ അനുഗ്രഹമുള്ള കൊണ്ടും ഇങ്ങേരും വലിയമ്മയൊക്കെ കൂടെ നിൽക്കുന്നതുകൊണ്ടും ഒക്കെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ എന്തോന്ന് പോകുന്ന പോലെ തുന്തിത്തള്ളി അങ്ങ് പോകുന്നതാണ്. അതൊക്കെ ആ ഒരു പരുവത്തിൽ ദുരിതങ്ങളായിട്ട് വന്ന് കയറി എവിടെങ്കിലുമൊക്കെ വീണ് കുറെ ഒടിഞ്ഞും ചതഞ്ഞും ഒക്കെ മാറ്റിയിട്ട് വരും.
അവരുടെ ബലത്തിലായി നടക്കണേ മുഴുവൻ. അല്ലേ പണ്ട് തട്ടിപ്പോയവരുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ, സജ്ജനങ്ങളുടെ പാദത്തിൽ വീഴുന്ന എന്തിനാ? നമ്മുടെ പാപത്തെ ഇല്ലാതെയാക്കാൻ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്യാറുണ്ടല്ലേ? ഇതിന്റെയൊക്കെ ഒരു അംശത്തെ ആര് സ്വീകരിക്കും? ഗുരുക്കന്മാര് സ്വീകരിക്കും. അപ്പോ ആ ഗുരുക്കന്മാരെ സ്വീകരിച്ചിട്ടാണ് അവര് നമ്മളെ കൈ ഉയർത്തി അനുഗ്രഹിക്കുക, അല്ലെങ്കിൽ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യണത്. അപ്പൊ എന്തായി? അവര് ചെയ്ത പുണ്യാംശത്തെ നമ്മളിലേക്ക് തന്നുകൊണ്ട് നമ്മുടെ പാപത്തെ ഇങ്ങോട്ട് മാറ്റി. അപ്പോ അതുകൊണ്ട് പറഞ്ഞു മഹാത്മൻ, അങ്ങ് എന്റെ പാദത്തിൽ നമിക്കാൻ ഒരിക്കലും പാടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അങ്ങയുടെ പാദത്തിൽ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു ദുർവാസാവിനെ നമസ്കരിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു, ഹേ ഭഗവാനെ, സുദർശനമൂർത്തി, ഞാൻ എന്റെ ഈ ജീവിത കാലയളവിൽ എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കർമ്മങ്ങളുടെ പുണ്യാംശത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ സുദർശനം ഏതൊരു വിധത്തിലാണോ എന്നിൽ നേരത്തെ അടങ്ങിയത് അതേപോലെ അടങ്ങി നിൽക്കണം. നോക്കൂ, തന്നെ ദ്രോഹിക്കാൻ വന്നവന് തന്റെ കാൽക്കൽ വന്ന് നമസ്കരിച്ചു കഴിഞ്ഞപ്പോ അതിന് പ്രതികാരം ചെയ്യാതെ തൻ ചെയ്ത കർമ്മത്തിന്റെ പുണ്യാംശത്തെ ഈശ്വരനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ തന്നെ ദ്രോഹിക്കാൻ വന്നവനെ രക്ഷിച്ചെടുക്കും. ഇതാണ് നമ്മുടെ ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ ഏറ്റവും വലിയ ഭാവം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു, ദേഷ്യം വരുമ്പോ വല്ലതും പറയും, ചിലപ്പോ ശപിക്കും, പക്ഷേ അത് അവിടെ കൊണ്ട് തീർന്നു. പിന്നെ അത് മനസ്സിൽ വെച്ച് പെരുമാറില്ല എന്ന് മാത്രമല്ല, ഒരു എന്താ പറയാ, ശാപം കൊടുത്താൽ അതിനനുകൂലമായിരിക്കുന്ന ഒരു അനുഗ്രഹം തിരിച്ചു കൊടുക്കും. അത് അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും പിന്നീട് വരിക. ചിലരുടെ സ്വാമി ഇങ്ങനെ അങ്ങോട്ട് ദേഷ്യപ്പെടാൻ പറഞ്ഞ് എന്തോ ചെയ്യും. ചിലപ്പോ അറിയാതെ പറഞ്ഞു പോകും, ചിലത് കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല, പറഞ്ഞു പോകും. പക്ഷെ അത് പറഞ്ഞു അവിടെ കൊണ്ട് തീർന്നു, പിന്നെ അത് നമ്മൾ ഇട്ട് മറിക്കുകയില്ല. അതങ്ങനെ പറയണത് എന്തുകൊണ്ടാന്ന് ചിന്തിക്കത്തില്ല. പറയുന്നത് ഞങ്ങൾക്കാ കുറ്റം. ഈ ലോകത്ത് കണ്ടുകൂടാത്ത ഒരു വർഗമുണ്ട് ഞങ്ങളെയാണ്. എന്താ കാരണം? എല്ലാവരെയും ഉപദേശിക്കാൻ നടക്കുവാന്ന് അവനെ. പിന്നല്ല, നന്മ പറഞ്ഞു കൊടുക്കുന്നവരെ ഈ ലോകത്ത് ആർക്കും ഇഷ്ടമല്ല. പട്ടിണി കിടന്ന ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കാൻ, അല്ലെ ആഹാരം കഴിക്കാൻ 10 രൂപ നമ്മൾ കൊടുക്കുമോ? കൊടുക്കത്തില്ല. അതേസമയം ഇതിനാണെങ്കിലോ ഉടനെ കൂട്ടി നാളെ വിളിച്ചോണ്ട് നമ്മൾ ഇല്ലേ. ഇതാ കാലം. നന്മ ചെയ്യുന്നവർക്കൊന്നും, സത്യം പറയുന്നവർക്ക് ഈ ലോകത്തിന്റെ സ്ഥാനം വളരെ കുറവാണ്. അവരെപ്പോഴും പുറകോട്ട് തള്ളപ്പെടും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാട്ടിക്കൂട്ടി പോകുന്നവർക്കാണ് ഇന്ന് ലോകത്തില് സ്ഥാനമുള്ളത്. അവരെയാണ് എല്ലാവർക്കും പ്രിയം. സത്യം വിളിച്ചു പറയുന്നവരെയാണ്. അതേസമയം ഇപ്പൊ നിങ്ങളോട് പറയാം, നിങ്ങളെ പോലെ നല്ല മനുഷ്യർ ഈ ലോകത്തുണ്ടല്ലോ, വേറെ ഇല്ല കേട്ടോ എന്നും പറഞ്ഞ് നിങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് നടക്കാമെങ്കിൽ നിങ്ങൾക്കെല്ലാം എന്നോട് എന്തോ ആയിരിക്കും. ഞാനിവിടുന്ന് പോയി കഴിയുമ്പോ എന്താ പറയും? ഓ, ഇത്രയും നല്ലവരെ ആചാര്യൻ, എന്റെ ദൈവമേ, ഇന്ന് വരെ ഇവിടെ വന്നിട്ടില്ല എന്ന് പറയും. 4 കാണുന്ന തെറ്റെല്ലാം ചൂണ്ടിക്കാണിച്ച് 4 വഴക്കം പറഞ്ഞേച്ച് പോയാലോ, ഓ എന്തോരം ദുരിതം പിടിച്ച മനുഷ്യരാണോ, എല്ലാത്തിനും ഒന്ന് കുറ്റം പറയുമെന്ന് പറയും. എന്നാൽ അത് എന്തുകൊണ്ടാ പറഞ്ഞ്? ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞതല്ലേ, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചിന്തിക്കാൻ നമുക്ക് തോന്നുമോ? ഇല്ലേ. അവിടെയാണ് നമ്മുടെ കുഴപ്പം.
ഒരിക്കൽ ഒരിടത്തൊരു സപ്താഹമൊക്കെ കഴിഞ്ഞ് പിറ്റേ കൊല്ലം വേറൊരു ആചാര്യം വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നു. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നു പറഞ്ഞു, എന്റെ സ്വാമി കഴിഞ്ഞ വർഷത്തെ ആചാര്യനായിരുന്ന ആചാര്യൻ. ഞാൻ ചെന്തു പറ്റി, ഓ ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞാലോ, എന്തോ ചെയ്താലും അദ്ദേഹം ഒരു വാക്ക് വഴക്കായിട്ട് പറയണമല്ലോ, ഒന്നും പറഞ്ഞിട്ടില്ല. സ്വാമിയാണ് എന്തെങ്കിലും കണ്ട അപ്പനെ ഞങ്ങളെ വഴക്ക് പറയും. ഞാൻ പറഞ്ഞു, അതാ കുഴപ്പം. എന്താ കുഴപ്പം? അച്ഛൻ മക്കളെ തല്ലുന്നതിനാണ് നന്നാവാന്. അച്ഛൻ തല്ലിയില്ലെങ്കിൽ അതിന് അർത്ഥം എന്താ പറയുക? നീ വഴി തെറ്റിപ്പോയാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്കുള്ളത് ഇഞ്ഞ് അത്രേ പറഞ്ഞുള്ളൂ. പിന്നെ മനസ്സിലാക്കാനുള്ളവരാണെങ്കിൽ അത് മനസ്സിലാക്കും. ഇല്ലേ? നിങ്ങളൊരു തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു പറഞ്ഞിട്ട് അനുസരിക്കണില്ല എന്നുള്ള വഴക്ക് പറയണമെന്നതിൽ അതിനർത്ഥം നിങ്ങൾ ഒരിക്കലും അധോഗതിയിലേക്ക് പോകരുത് എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അല്ലെ നിങ്ങൾ ഇവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞ് എനിക്കെന്താണ്, എനിക്ക് 7-ാം ദിവസം കാശ് കിട്ടൂലേ? കിട്ടൂല. എന്നെ വെറുതെ പറഞ്ഞു വിടുവോ? ഇല്ല, എനിക്ക് 7-ാം ദിവസം കാശ് വരാം. അല്ലെ ഞാൻ ഇവിടെ ഒറ്റപ്പാടും പേരുണ്ടാക്കി കാശ് പഠിച്ചോണ്ട് പോകും. എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ നന്നായാൽ എന്ത്, അധോഗതിയിലേക്ക് പോയാൽ എന്ത്, മോശമായാൽ എന്ത്, എനിക്കെന്താ നഷ്ടം ഉണ്ടോ? അപ്പൊ അവിടെ ഒരിക്കലും നിങ്ങൾക്കൊരു അധോഗതി ഉണ്ടാവരുത് എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കും ഒരാൾ നിങ്ങളുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളോട് ഇച്ചിരെങ്കിലും പരുഷമായിട്ട് സംസാരിക്കുന്നതോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഈശ്വരാധീനോട് ഇവിടെ അങ്ങനെ ഈ 2 കൊല്ലം വന്നിട്ടും വലുതായിട്ടൊന്നും പറയണതായിട്ട് വന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. വേറൊരു സന്തോഷം. അപ്പോ അതുകൊണ്ട് അംബരീഷ മഹാരാജാവ് പറഞ്ഞു, താൻ ചെയ്തിരിക്കുന്ന പുണ്യകർമ്മങ്ങളുടെ എല്ലാം ആ അംശത്തെ സ്വീകരിച്ചുകൊണ്ട് ഹേ സുദർശനമൂർത്തി, മുൻപ് ഏതൊരു വിധമാണോ എന്നിൽ അടങ്ങിയത് അതേപോലെ അടങ്ങിയാലും എന്ന് പ്രാർത്ഥിച്ചു. സുദർശന ചക്രം വേഗം തന്നെ അംബരീഷ മഹാരാജാവിന്റെ നെറ്റിത്തടത്തങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൊടി. ദുർവാസാ മഹർഷിക്ക് അന്നാണ് ബോധ്യപ്പെട്ടത്, എന്താ എല്ലായിടും ചെന്ന് മുട്ടുന്നത് സൂക്ഷിച്ചു വേണം. ഭഗവത് ഭക്തന്മാരോട് ഏറ്റുമുട്ടാൻ ചെല്ലുമ്പം എത്ര വലിയവനായാലും ശരി, ചിലപ്പോ തിരിച്ചടികൾ ഉണ്ടാവും. ഈ ഉള്ളവൻ പറയാറുണ്ട്, ഈ വേഷഭൂഷാദികളൊന്നും കണ്ടിട്ടൊന്നും ഒരുത്തരോട് ചെന്നിട്ട് മുട്ടാൻ നിൽക്കരുത്. എന്താ കാരണം? അവന്റെ ഉള്ളെന്താന്ന് നമുക്ക് ആർക്കും അറിയില്ല. അവന്റെ കൂറുള്ളത് ആരാണെന്ന് നമുക്ക് അറിയില്ല. ഇറങ്ങി പോരുന്ന സമയത്ത് വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ച് ചിലപ്പോൾ കൂട്ടത്തിൽ കൂട്ടിയിട്ടായിരിക്കും പോരുന്നത്. അപ്പൊ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും പറ്റിയാലല്ലേ പറ്റാതിരിക്കാനുള്ള വഴികളൊക്കെ അവർ നോക്കിക്കണ്ടിട്ടായിരിക്കും ചെയ്യുക. ഇനിയും ആ വരുന്നവൻ നിങ്ങളെ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവന്റെ കൂടെ ഉള്ളവർ ചിലപ്പോ പണി തരും. കൊണ്ട് സൂക്ഷിച്ചും കണ്ടുപോയി എപ്പോഴും എല്ലാവരോടും ചെന്ന് മുട്ടാവും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വിചാരിക്കും അങ്ങനെ കേട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ കളിയാക്കിയത്. അങ്ങേര് കേൾക്കേണ്ടവർ ചിലപ്പോ അത് കേട്ടിട്ടുണ്ടാവും. നമ്മൾ അറിയാതെ അതിനുള്ള മറുപടി ചിലപ്പോ അങ്ങ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അവരിന് ഈ വരുന്നവർ ഏത് തരക്കാരാണെന്ന് നമുക്ക് അറിയില്ല. വരുന്നവരെല്ലാം ഒരുപോലെ ഉള്ളവരാവണം എന്നും നിർബന്ധമില്ല. ഒരു ഉദാഹരണം അതോടെ പറഞ്ഞു നിർത്താം. ഒരിടത്തൊരു ക്ഷേത്രത്തിലെ മേൽശാന്തി, അദ്ദേഹം മുഷിഞ്ഞ നാറിയ വസ്ത്രം ഉൾക്കൊണ്ട് നടക്കും. ബീഡി വലിക്കുന്ന സ്വഭാവമുള്ള ആളാ. ഈ ഇടയ്ക്ക് ഇങ്ങോട്ട് ശ്രീകോവിലിൽ ഇറങ്ങി കഴിയുമ്പോ ഒന്ന് പിടിച്ച് അങ്ങോട്ട് കളഞ്ഞു വെച്ച് കൈപോലും കഴിയത്തില്ല, നേരെ ശ്രീകോവിലിനകത്തോട്ട് വരണം. അങ്ങനത്തെ ഒരു ബാധ്യതയാണ്. ഇത് കണ്ട് 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 നാട്ടുകാരും അടുത്തു. കാരണം ഉടുത്തിരിക്കുന്ന മുണ്ട് കണ്ട അലക്കിയിട്ട് വർഷങ്ങളായ പോലത്തെ മുണ്ട, ഒരു വീറുമില്ല, ഒരു വൃത്തിയില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഉണ്ടോ ഒരു തിരുമേനി നായി. അവസാനം ഇങ്ങനെ കയ്യിൽ നിന്ന് പ്രസാദം മേടിക്കാനും തീർത്ഥം മേടിക്കാനും ഒക്കെ ആൾക്കാർ പതുക്കെ 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 മടിയായി. അങ്ങനെ അവസാനം എല്ലാവരുടെ തീരുമാനിച്ചു ഇങ്ങനെ സസ്പെൻഡ് ചെയ്തേക്കാം. അങ്ങനെ സസ്പെൻഡ് ചെയ്തു. അങ്ങോട്ട് പറഞ്ഞു, ഇനി വരണ്ട, ഞങ്ങൾ വേറെ ആളിനെ വെക്കാൻ നോക്കാം. പുള്ളി ഒരു ഒന്നും അക്ഷരവും പറഞ്ഞില്ല. ഇത്രയും ഞാൻ ഇത്രയും കാലം ജോലി ചെയ്ത് എനിക്ക് അതിന്റെ ഒതു വേണമെന്നൊന്നും പറഞ്ഞില്ല. പുള്ളി
അന്നത്തെ ദിവസം നടയടച്ച് താക്കോൽ പിടിച്ചിട്ട് ഇതവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങി പോയി. ആരോടൊന്നും പറയാൻ പോയില്ല. അത്രയും ദിവസം ശമ്പളം കൊടുത്തു, അതും മേടിച്ചോടത്തെ. പുതിയ ശാന്തി വന്നു. അന്ന് വൈകുന്നേരം നട തുറക്കാൻ വന്ന ആള് വഴിയിൽ ബൈക്ക് ഇടിച്ച് വീണ് നടുവൊടിഞ്ഞ് ആശുപത്രിയിലായി. പിന്നെ ഒരു കക്ഷി വന്ന് 2 ദിവസം നിന്ന് 3-ാം ദിവസം രാവിലെ വന്നപ്പം ഉരുണ്ട് വീണ് നെറ്റി പൊട്ടി ആശുപത്രിയിലായി. അങ്ങനെ 3-4 പേര് വന്നിട്ട് ഒന്നും ഒരു രക്ഷയില്ല. എവിടെങ്കിലും ഉരുണ്ട് വീഴും, കൈയൊടിയും കാലൊടിയും നടുവൊടിയും, ഇങ്ങനെ അവസ്ഥയാണ്. അപ്പൊ അതെന്തായി നായി എല്ലാവർക്കും ഒരു എന്തോന്ന്. ഉടനെ അടുത്ത ഉപാധി നമ്മുടെ എന്താ, പ്രശ്നം വെക്കുക എന്നുള്ളതാണല്ലോ. പ്രശ്നം വെച്ചു നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞു എന്റെ ചെറുക്കനെ മാറ്റാൻ? നിന്നോട് ആര് പറഞ്ഞു എന്റെ ചെറുക്കനെ മാറ്റാൻ? നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാനല്ലാവും വന്ന്, എന്ത് ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാനാവും വന്ന്. നിനക്ക് സൗകര്യമുണ്ട് അവന്റെ നിന്ന് വല്ലതും മേടിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിനക്ക് പോവാം. പക്ഷെ അവൻ ഉള്ളിടത്തോളം കാലം എനിക്ക് അവൻ മതി. അവൻ കൈ കഴുകാതെ പോവിടുവോ, കൈ കഴുകിയിട്ട് പോവിടുവോ, എന്തേലും ചെയ്തോട്ടെ, നീ അന്വേഷിക്കേണ്ട കാര്യം ഇല്ല. അവിടെ ഇരുന്നത് ഭദ്രകാളിയാണ്. പുള്ളിക്കാരിക്കാണെങ്കിൽ പിന്നെ വലിയ വീറും വൃത്തിയും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്ങനെ എന്നാലും മതി. പക്ഷെ കൊടുക്കുന്നത് രൂപ എന്നാലും കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. പുള്ളിക്ക് വീറും വൃത്തിയൊന്നും അല്ല നോട്ടം. മനസ്സറിഞ്ഞാണോ ഇപ്പം വല്ലതും തരുന്നത്? വല്യമ്മയുടെ നോട്ടം അത്രയേ ഉള്ളൂ. വല്യമ്മയ്ക്ക് അത് മതി. മനസ്സറിഞ്ഞ് കൊടുക്കണത്. വിളിക്കുന്നെങ്കിൽ മനസ്സറിഞ്ഞ് വിളിക്കണം. അല്ല നീ മുഷിഞ്ഞ കൊണ്ടെടുത്താലും കുഴപ്പമില്ല, തുണി ഉടുത്തില്ലേലും കുഴപ്പമില്ല, എങ്ങനെ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പാർട്ടിയാണ് പുള്ളിക്കാരി. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. എവിടെയാ ഇദ്ദേഹത്തിന് കിട്ടിയ ഗുണം? ഇദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തി സർവദാ കൂടെ ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ, ഈ വരുന്നവർ എങ്ങനെയുള്ളവരാ, അവരുടെ കൂടെ നമുക്ക് കാണാൻ പറ്റുന്ന വരികയാണ്. അപ്പൊ ആ കൂടെ വരുന്നത് ഏത് തരത്തിലുള്ള ആൾക്കാരാന്ന് അറിയാതെ നമ്മൾ കയറി ചെന്നങ്ങോട്ട് വെച്ചു കൊടുത്താ ചീത്ത വിളിക്കുന്നതും മാറി നിന്ന് ചീത്ത വിളിക്കുന്നതും കളിയാക്കുന്നതും ഒക്കെ ഇവൻ കേൾക്കണമെന്നില്ല. പക്ഷെങ്കിൽ അവന്റെ കൂടെ വരുന്നവർ ചിലപ്പോ ഇതൊക്കെ കേട്ടിട്ട് എപ്പോഴാ പണി വരുന്നതെന്നറിയാൻ നാം മേടിച്ച് കെട്ടിക്കഴിയുമ്പോഴായിരിക്കും അറിയണത് അതിങ്ങനെ ഒരു പണി വന്നല്ലോ. അതുകൊണ്ട് ആൾക്കാരെ നമ്മൾ നോക്കിക്കണ്ട് ഈ ഇതിലൊന്നും നമ്മളെ വിലയിടരുത്. വീറിലും വൃത്തിയിലും ഒക്കെ നടക്കുന്നോ ചെയ്യണതൊന്നും ഗംഭീരമാണെന്ന് നിർബന്ധമൊന്നും ഇല്ല. എന്നോട് പലരും ചോദിക്കണം, സ്വാമി 100% പെർഫെക്റ്റ് ആയിട്ടാണോ ചെയ്യണം? 100% പോയിട്ട് 50% പോലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ഞാൻ ആളില്ല. 40%. കാരണം ഞാൻ സാധാരണക്കാരനായ മനുഷ്യനാണ്. ഇവിടെ ഇരിക്കുമ്പോൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ചിലപ്പോൾ നോക്കിയും കണ്ടും ഒക്കെ പോകും. ചിലപ്പോ എന്റെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. 4 വീടുമ്പോ ചിലപ്പോ 1 പൂവേ വൃത്തിയായിട്ട് വീട് കാണത്തുള്ളൂ. ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് 40%. പക്ഷെ ആ 40-ൽ ഞാൻ എന്ത് ചെയ്യില്ല, വെള്ളം ചേർക്കൂല. ബാക്കി 60 ആരെങ്കിലും തരും. സ്വാമിക്ക് വല്ലതും പഠിച്ചിട്ടാണോ? ഇപ്പൊ ഇന്നൊരാള് തൃശ്ശൂർ വിളിച്ചപ്പോ എന്നോട് ചോദിച്ചു, അദ്ദേഹം അമ്മ വിളിക്കുന്നത് ഗുരുനാഥാണ്. ഗുരുനാഥൻ എവിടുന്നാ ഇതൊക്കെ പഠിച്ചത്? ഞാനും ഇപ്പൊ ആലോചിക്കുന്നതാ, എവിടുന്നാ ഇതൊക്കെ പഠിച്ചത്? എനിക്കും അറിയില്ല. കാരണം ഇതൊന്നും പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും ഒന്നും അല്ല ഇതൊന്നും പറയണത്. പറയണമെന്ന് ഉദ്ദേശിച്ച് കയറുന്നതാവില്ല ചിലപ്പോ പറയണത്. പണ്ട് കാലത്ത് നോട്ട് എഴുതി വെക്കുമായിരുന്നു, ഓരോ കഥ ഇന്ന കഥ പറയണമെന്ന്. ഒരു സപ്താഹം കഴിഞ്ഞപ്പോ മനസ്സിലായി എഴുതി വെച്ചത് ഒരു വശത്തിരിക്കും, പറയുന്നത് വേറൊരു വശത്തേക്ക്. അവരുടെ ബുക്ക് മടക്കി അലമാരി കൊണ്ടുവച്ചു. ഇവിടെ തൊട്ടിട്ടില്ല അവർക്കറിയാം. കാരണം നമുക്കിതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. ഇതൊന്നും ഇവിടോട്ട് കയറി ഇരുന്ന് കഴിയുമ്പോ അങ്ങനെ എന്തായി തോന്നിപ്പിക്കണെന്ന് വെച്ചാൽ അത് വിളിച്ചു പറയുന്നത് മാത്രം. അങ്ങനെ എന്നോട് പറഞ്ഞു, കാരണം അവിടെ ഒരു ശിവപുരാണ യജ്ഞം ഉണ്ടായിരുന്നു. ഗംഭീരമായ രജ്ഞം. അവരാദ്യമായിട്ട് ഗംഭീരമായ രജ്ഞമായിരുന്നു. അപ്പൊ അമ്മ പറയായിരുന്നു, ഗുരുനാഥന്റെ വാക്കുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സുഖ മനസ്സിന്. എത്ര ദുഃഖം ഉണ്ടെങ്കിലും അതൊക്കെ ആരോ കൂടെ നിന്നിട്ട് അത് മാറ്റും എന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവമാണ്. ഒരു ഉത്സവം കഴിഞ്ഞ പോലെ ഞങ്ങൾക്ക് അത് തോന്നിയത്. പോയി കഴിഞ്ഞപ്പോഴാ സങ്കടം ഉണ്ടായത്.
നമ്മുടെ വിളിക്കല്ല. അവിടെ ഇരിക്കുമ്പോ എന്താണോ നാവി തോന്നുക അത് ചിലർക്ക് ചിലരുടെ ജീവിതത്തിൽ അത് അനുഭവവേദ്യമായിട്ട് വരും എന്ന് മാത്രം. അല്ലെ, അവരുടെ അനുഭവം ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് പറയണതെന്ന് മാത്രം. ഇതൊന്നും നമ്മുടെ ഇതിലൊന്നും അല്ല. ഇങ്ങോട്ട് കയറുമ്പോ എന്താണോ മനസ്സിൽ തോന്നിക്കുന്നത് അതങ്ങനെ വിളിച്ചു പറയും. കുറെ കഴിയുമ്പോൾ വന്ന് ചോദിച്ചിട്ട് എന്താ പറഞ്ഞെന്ന് ചോദിച്ചായിട്ട് വലിയ ഐഡിയ ആയും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും എന്റെ കൂടെ പഠിച്ച പല കൂട്ടുകാരും ചോദിക്കും, അല്ലടാ സ്വാമി നീ എങ്ങനെയാടാ ഇങ്ങനായെന്ന്. കാരണം അത്ര തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു നീ. ഒരു 10-24 കൊല്ലം മുമ്പ് വരെ പലരും ചോദ്യം എങ്ങനെയാണ് ഇങ്ങനായെന്ന. കാരണം നിന്റെ സ്വഭാവം വെച്ചിട്ട് ഒരു കാരണവശാലും ഇങ്ങനൊന്നും ആവാൻ ഒരു വഴിയില്ലല്ലോ എന്ന്. എന്തോ പൂർവജന്മ സുഹൃതവും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും അതോ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമോ എന്തൊക്കെയോ ഇവിടെ ഇങ്ങനെയൊക്കെ കൊണ്ടെത്തിച്ചു. കുറച്ച് ആൾക്കാര് സ്നേഹിക്കുന്നവരുണ്ട്, അതിന്റെ 3 ഇരട്ടി ആൾക്കാര് ചീത്ത വിളിക്കുന്നവരും ഉണ്ട്. രണ്ടിനോടും വലിയ സങ്കടമോ ദുഃഖമോ ഒന്നും സന്തോഷമോ ഒന്നും തോന്നാറില്ല. കാരണം ഇവർക്ക് ചീത്ത വിളിച്ചാലും നന്മ പറഞ്ഞാലും രണ്ടിനും കാരണക്കാരൻ അങ്ങേരും വെല്ലുമ്മയാന്നുള്ള നല്ല ബോധമുള്ളത് കൊണ്ട് സ്വാമി സൂപ്പറായി എന്ന് പറഞ്ഞാലും സന്തോഷം, എന്തോ നാളെ പറഞ്ഞെന്ന് ചോദിച്ചാലും സന്തോഷം. രണ്ടായാലും നമുക്കൊരു വിരോധവും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളോട് പറയണു, ഭക്തി എന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞ പോലെ ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. അത് അടിയുറച്ചതായിരിക്കണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മോടൊപ്പം ഭഗവാൻ കൂടെ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടായാൽ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതായ ആവശ്യം നമുക്കില്ല. പിന്നെ ആശ്രയിക്കാം ആരെ? ഗുരുക്കന്മാരെ. എന്താണ് അതിനൊരു പോംവഴി എന്ന് വേണമെങ്കിൽ ചോദിക്കാൻ വിരോധമില്ല. ഗുരുക്കന്മാരെ ആശ്രയിക്കണം. കാരണം ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ജീവിതത്തിൽ പൂർണ്ണമായ ഫലപ്രാപ്തി നമുക്കുണ്ടാവുള്ളൂ. ഗുരുവിന്റെ അനുഗ്രഹമില്ലാതെ ഒന്നും ഈ ലോകത്ത് നേടിയെടുക്കാൻ സാധ്യമാവില്ല. സത്യത്തിൽ എന്റെയൊക്കെ ജീവിതത്തിൽ പൂർവജന്മ സുഹൃതം കൊണ്ടാവാം കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം ഇങ്ങനെ ചില ഗുരുക്കന്മാരെ ജീവിതത്തിൽ എനിക്ക് കാട്ടിത്തന്നു എന്നുള്ളത് കൊണ്ടാണ്. അതാണ് എന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളെ തുടങ്ങി ദയാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ വരെ നിൽക്കുന്ന 4 സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഒരു കൃപാകടാക്ഷം, ഒരു അനുഗ്രഹ കല ഈ ഉള്ളവന്റെ ജീവിതത്തിലേക്ക് വന്നതാണ് ഇന്നിങ്ങനെ ഈ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതൊന്നും ആവുമായിരുന്നില്ല. അപ്പൊ അതൊക്കെ ആ ഒരു പൂർവ്വജന്മ സുഹൃതം കൊണ്ടോ ഗുരുക്കന്മാർ പൂർവികരായിരിക്കുന്ന കുലത്തിലുണ്ടായിരുന്ന ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടോ ഒക്കെ ഇങ്ങനെ ആയിത്തീർന്ന. അപ്പൊ അതുകൊണ്ട് ഭഗവാനില് അടിയുറക്കുക. ഏതവസരത്തിലും നമ്മുടെ കൂടെ ഇത് രണ്ടായിട്ട് എഴുതി തരണം. അത് കുറിയിടുന്നതിന് ഇപ്പൊ തന്നെ എഴുതിക്കോ, നമുക്ക് ഇട്ടേക്കാം. അപ്പൊ അതുകൊണ്ട് ഭഗവാന് കൂടെ ഉണ്ടാവുമെന്നൊരു ബോധം നമുക്കുണ്ടായാൽ, അല്ലെ ഭഗവാനാണ് എന്നെ ഓരോ അവസരത്തിലും എന്നൊക്കെ തകർച്ച ഉണ്ടാവാതെ എന്നെ കൈപിടിച്ച് എന്നെ മുകളിലേക്ക് ഉയർത്തുന്നതെന്നൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടായാൽ പിന്നെ എന്തിനാ ഭയം? അതുകൊണ്ട് ജീവിതത്തില് ഭഗവാനെ മാത്രം ശരണമായി പ്രാപിക്കുക. പ്രാപഞ്ചികമായിരിക്കുന്ന ഒന്നിനും നമ്മെ രക്ഷിക്കാൻ കഴിയില്ല. ചിലർ പറയും ധനമുണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു. ധനം ഉണ്ടായാൽ രക്ഷപ്പെടണമെന്ന് എന്താ ഉറപ്പ്? കാരണം ആ ഒരു കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ ആ ധനം പോലും നമുക്ക് അനുകൂലമായി വരികയുള്ളൂ. നല്ല കൈപ്പുണ്യമുള്ള ഡോക്ടറായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ്. കൈപ്പുണ്യമുള്ള ഡോക്ടറായാലും കയ്യബദ്ധം വരില്ല എന്ന് ഉറപ്പുണ്ടോ? ഇല്ല. ആ കൈപുണ്യം നമ്മളിലേക്ക് പ്രവർത്തിപ്പിച്ചതാരാ? അത് ഈശ്വരനാണ്. അല്ലെ അദ്ദേഹം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പൊ ജീവിതത്തിന് ഓരോന്നും വഴികാട്ടിയായി മാറണത്, അല്ലെങ്കിൽ നമുക്ക് ഓരോ അനുഭവങ്ങളെ തരുന്നത് അതാ ഈ പ്രകൃതിയുടെ നിയന്ത്രണമായിരിക്കുന്ന ഭഗവാന്റെ ഒരു നിർദ്ദേശാനുസരണം അല്ലാതെ ഈ ജീവിതത്തിൽ നമുക്കൊന്നും സാധ്യമാക്കിയെടുക്കാൻ കഴിയില്ല. അതാദ്യം പഠിച്ചു വെച്ചോളുക. എനിക്ക് എന്തെല്ലാം ഉണ്ടായാലും എനിക്ക് നേടാൻ കഴിയണമെന്നില്ല. ഒന്നുമില്ലെങ്കിലും ചിലപ്പോൾ നേട്ടം കൊയ്തെടുക്കുന്നത് വളരെ വലുതായിരിക്കും. ആ
ഗുരുക്കന്മാരുടെയും ഭഗവാന്റെയൊക്കെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഭക്തന് ഏത് പ്രതിസന്ധി ഉണ്ടായാലും അവൻ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ഭഗവാൻ അവിടെ എത്തി അവനെ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സുദർശന ചക്രം പുറപ്പെട്ടത് അംബരീഷ മഹാരാജാവ് ആഗ്രഹിച്ചിട്ടല്ല. തന്റെ ഭക്തനൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ രക്ഷിക്കേണ്ടത് തന്റെ ധർമ്മമാണെന്ന് അറിയാവുന്ന ഭഗവാൻ ആ നിമിഷം പ്രവർത്തിച്ചതാണ്. അതുകൊണ്ട് ഭക്തൻ പറഞ്ഞില്ലെങ്കിലും ഭഗവാൻ രക്ഷിക്കാൻ കൂടെ ഉണ്ടാവും. അത് മനസ്സിലാക്കി വെച്ചോളൂ. അതുകൊണ്ട് അങ്ങനെ ആ ഒരു സുദർശനമൂർത്തി നമുക്ക് എല്ലാവർക്കും രക്ഷാകവചമായി കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാമജപത്തിലേക്ക് കടക്കാം.